മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തിയേ. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ശക്തീകരിക്കുന്ന, സഹായിക്കുന്ന അടുത്തൊരു ദിവസം വളരെ ആഴമായി ഒരു ആത്മീയ പൈതൽ ചിന്തിച്ചിരിക്കേണ്ട, വളരെ ആഴമായി പഠിച്ചിരിക്കേണ്ട, എപ്പോഴും ബോധവാനായിരിക്കേണ്ട ഒരു മണ്ഡലമാണ് ആത്മമണ്ഡലം. ഒരു വിഷയമാണ് ആത്മീയത, ഒരു യുദ്ധമാണ് ആത്മീയ യുദ്ധം. ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ഒരു ദൈവ പൈതൽ ബോധവാനല്ലെങ്കിൽ അവനെ വീഴ്ത്താൻ, അവനെ തളർത്താൻ, അവനിൽ ഇടർച്ച കൊണ്ടുവരാൻ അത് മതി. അത് മതി. എന്നാൽ ആത്മീയ മണ്ഡലത്തെക്കുറിച്ചും ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം ആഴമായി നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് അറിവ് തരുന്നുണ്ട്. എന്നാൽ ചിലതൊക്കെ മർമ്മമായും ചിലതൊക്കെ വെളിച്ചത്തിൽ എന്ന വണ്ണവുമാണ് കിടക്കുന്നത്. എന്നാൽ ഇവിടെ പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആത്മീയ യുദ്ധത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന രണ്ട് തെറ്റുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ആത്മീയ യുദ്ധം എന്ന ഒരു വിഷയത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണത്തിന് ലഭിക്കേണ്ട ഒരു സ്ഥാനം ലഭിക്കുന്നില്ല. രണ്ട്, ആത്മീയ യുദ്ധം എന്ന സബ്ജക്റ്റിന് അല്ലെങ്കിൽ ആത്മീയ യുദ്ധത്തിൻ്റെ പിന്നിലെ കാരണത്തിന് അമിതമായ സ്ഥാനം നൽകുന്നു. ഇത് രണ്ട് മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന്, ആത്മീയ യുദ്ധം ഏതൊരു ആത്മീയന്റെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഘടകമാകുന്നു, ഒരു യാഥാർത്ഥ്യമാകുന്നു. ആ ആത്മീയ യുദ്ധത്തിൻ്റെ പിന്നിലത്തെ ആ ഒരു റീസൺ, ആ ഒരു ബാറ്റിൽ, ആ ഒരു യുദ്ധം, ആ ഒരു വാർ, അതിൻ്റെ പിന്നിലെ കാരണത്തിന് ഒന്ന്, അത് വേണ്ടുന്ന വണ്ണം സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്നില്ല. രണ്ട്, അതിനെ സ്റ്റഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അമിതമായ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു തെറ്റാണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, സാത്താൻ്റെ ഒരു മിസ്ലീഡിങ് ആണ്. ഈ ഒരു കാരണം, ഇതിൻ്റെ പിന്നിലെ കാരണം സാത്താൻ നമ്മളെ മിസ്ലീഡിങ്. ഒരു സത്യം എല്ലാ ദൈവമക്കളും മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യ ആയുസ്സിൽ അവൻ അനുഭവിക്കാവുന്ന കോമൺ ആയിട്ടുള്ള ചില സ്ട്രഗിൾസ് ഉണ്ട്. ഈ ഭൂമിയിൽ ഒരു സ്ട്രഗിൾ ഉണ്ട്. മാംഗോ ജ്യൂസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മാംഗോ ക്രഷ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം മാംഗോ ക്രഷ് ചെയ്യാൻ ഭാരമുള്ള എന്തോ ഒന്ന്, മൂർച്ചയുള്ള എന്തോ ഒന്ന് അതിന്മേൽ അമർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്രഷായത്, അതിൽ നിന്ന് ചാറ് പുറത്തു വന്നേ. പക്ഷേ ഈ മാങ്ങമേൽ അമർന്ന ക്രഷ് പൈശാചികമാണെന്ന് പറഞ്ഞാൽ, മാങ്ങമേൽ വീണ ആ മൂർച്ചയുള്ള ആയുധം അത് പൈശാചികമാണ് എന്ന് പറഞ്ഞാൽ, ജ്യൂസ് എന്ന് പറയുന്ന ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടത്തില്ല. ഈ ഭൂമിയിൽ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവം മനുഷ്യനെ ഉൽപാദനക്ഷമതയുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റാൻ, അവൻ കണ്ണു തുറന്ന് ഈ പ്രപഞ്ചത്തെ സ്റ്റഡി ചെയ്യാൻ, കണ്ണു തുറന്ന് വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായി പഠിക്കാൻ ദൈവം അവൻ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അവസരങ്ങൾക്കകത്ത് സാധാരണ നിലയിലുള്ള പരീക്ഷണങ്ങൾ വരും. ആ അവസരങ്ങൾക്കകത്ത് സാധാരണ നിലയിലുള്ള പരാജയങ്ങൾ വരും. പല പ്രാവശ്യം ബൾബ് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ക്വാളിറ്റിയുള്ള ബൾബുകൾ നമ്മുടെ വീടുകളിലെല്ലാം തിളങ്ങുന്നത്. പല അപകടങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് പല ഇന്നോവേഷൻസ് ഉണ്ടായത്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ സ്വാഭാവികമാകുന്ന ചില കോൺസിക്വൻസസ് ഉണ്ട്, സ്വാഭാവികമാകുന്ന ചില പ്രത്യാഘാതങ്ങളുണ്ട്. ഒരു കാര്യം സ്റ്റഡി ചെയ്യുമ്പോൾ, ഞാൻ തന്നെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ കാര്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒത്തിരി സ്ട്രഗിൾസിലൂടെയാണ് ഞാൻ ഈ ഒരു വിഷയം പ്രിപ്പയർ ചെയ്തത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ. അത് കോമൺ ആണ്, അത് നാച്ചുറലാണ്. എല്ലാം പൈശാചികമാണെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഓടിക്കേറി വരുന്നു, റൂമിൽ കയറി വരുന്നു. അപ്പം അന്ന് വിളിച്ചോണ്ട് വരുന്നു, അത് പൈശാചികമാണ്, ആ വരുന്നത് പിശാചാണെന്ന് ഞാൻ പറയുമോ? അത് കോമൺ ആണ്. കാരണം
കുഞ്ഞ് വീട്ടിലുള്ളത് കൊണ്ടാണ് കുഞ്ഞ് റൂമിൽ കയറി ഓടി വരുന്നത്. കണ്ടോ? അതിനെ നമ്മൾ പൈശാചികമെന്ന് പറഞ്ഞാൽ, ഒരാത്മീയനായ ഞാൻ പൈശാചിക ശക്തികളെ അനാവശ്യമായി എൻ്റെ വിഷയങ്ങളിലേക്ക് കൊണ്ടുവരികയും അമിതമായ സ്ഥാനം ഞാൻ അതിന് കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഭയങ്കര ഒരു ആത്മീയ അന്ധതയാണ് സുഹൃത്തെ. മനസ്സിലാവുന്നു? ഇതൊരു ആത്മീയ അന്ധതയാണ്. നമ്മൾ കാര്യത്തിനും കാര്യമില്ലായ്മയ്ക്കും ഒരേ മെത്തേഡ് യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്, പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ശരിയായ കാര്യത്തിന്, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കാല് മുറിഞ്ഞാൽ നമുക്കതിനകത്ത് ബീറ്റാഡിൻ ഓയിൻമെന്റ് ഇടാം, തെറ്റില്ല. പക്ഷേ വായുടെ മോണയാണ് പൊട്ടിയതെങ്കിൽ അവിടെ ബീറ്റാഡിൻ ഓയിൻമെന്റ് സാധാരണഗതിയിൽ കൊടുക്കാറില്ല, അവിടെ മെട്രോജെല്ലാണ് കൊടുക്കാറ്. ശരിയാണോ? ഡോക്ടേഴ്സ് ഉണ്ടാവും, ദന്തൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും. എന്തായാലും മെഡിസിനിൽ മാറ്റമൊന്നുമില്ല, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുമില്ല, കറക്റ്റാണ്. കാലിനാണൊരു മുറിവുണ്ടായതെങ്കിൽ ബീറ്റാഡിൻ ഓയിൻമെന്റ് ഇടുന്നതിൽ തെറ്റില്ല. അത് മാത്രമൊന്നും അല്ല ഓയിൻമെന്റ് ആയിട്ടുള്ളത്, വേറെ പലതും ഉണ്ട്. പക്ഷേ അതേസമയം എൻ്റെ മോണയ്ക്കൊരു പൊട്ടലാണ്, ഒരു ചെറിയ ഒരു തട്ട് കിട്ടി പൊട്ടിയതാണ്, അല്ലെങ്കിൽ ചൂട് കൊണ്ട് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് പൊട്ടിയതാണ്, മോണ പൊട്ടിയതാണെങ്കിൽ ഡയറക്റ്റ്ലി ആരും ബീറ്റാഡിൻ ഓയിൻമെന്റ് ഇട്ടതായിട്ട് എനിക്ക് അറിവില്ല. ഇനി ഇടാവോന്നും എനിക്കറിയത്തില്ല. പക്ഷെ സാധാരണഗതിയിൽ മെട്രോജെല്ലാണ് കൊടുക്കുന്നത്. അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. പക്ഷെ രണ്ട് മുറിവുകളാണ്, പക്ഷെ രണ്ടിനെയും ഞാൻ ട്രീറ്റ് ചെയ്ത രീതി വ്യത്യസ്തമാണ്. മനസ്സിലായോ? ഞാനെടുത്ത് ബീറ്റാഡിൻ ഓയിൻമെന്റ് കയറ്റി കൊടുത്താൽ അത് വേറെ പല പ്രശ്നങ്ങളുണ്ടാകും. അത്രയും ഗാഢമായ ഒരു ഓയിൻമെന്റിന്റെ ആവശ്യം ആ ഒരു നേർത്തൊരു ഭാഗത്തിനില്ല. വളരെ ലൈറ്റായിട്ടുള്ള ഒരു മെഡിസിൻ്റെ ആവശ്യമേ ഉള്ളൂ. അവിടെയും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ മാത്രം അതിൻ്റെ മേളിലോട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് നമ്മൾ പോയാൽ മതി. എന്നതുപോലെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്, എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ കാണേണ്ടത് ഒരേ കണ്ണുകൊണ്ടല്ല. പ്രശ്നങ്ങളെ പഠിക്കാനുള്ള ഒരു ആത്മീയ അധികാരം, ഒരു വിസ്ഡം, ഒരു ഹെവൻലി വിസ്ഡം പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കണം. ഹൽബാര ഹസ്താർ ബഹസിയ ഈമേൻ ഹാലലൂയ. ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇന്ന് ആയിരക്കണക്കിന് ജനം ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, 10,000 ജനം ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറയട്ടെ, 10,000 പേരുണ്ടെങ്കിൽ 10,000 പേരുടെയും പ്രശ്നത്തിൻ്റെ കാരണം ഒന്നല്ല. ഒരുപക്ഷെ 2,000 പേരുടെ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ഒരുവനായിരിക്കാം. എന്നാൽ ബാക്കി 8,000 പേരുടെ കാര്യങ്ങൾക്ക് 8,000 വഴികൾ കാണാം, 8,000 കാരണങ്ങൾ കാണാം. അതുപോലെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ, വ്യത്യസ്തമായ അവസ്ഥകളിലൂടെ പ്രിയപ്പെട്ടവർ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തോട് പറ, അപ്പാ, പല ദിവസങ്ങളായി ഞാൻ ചോദിക്കുന്നു, ഇതിൻ്റെ പിന്നിലെ കാരണമെന്ത്, ഇതിൻ്റെ പിന്നിലെ കാരണമെന്ന് എനിക്കത് വെളിപ്പെടുത്തി തരണമെന്ന് നിങ്ങൾ ചോദിച്ചിട്ടും ഇതുവരെ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ ആരാധനാ സമയം, ഈ നിറഞ്ഞ ആത്മ സാന്നിധ്യത്തിനകത്ത്, ഈ പരിശുദ്ധാത്മാവ് അനുവദിച്ച ഈ സമയത്തിനകത്ത്, ഈ ഒരു ഓപ്പൺ ഹെവന്റെ കീഴിലിരുന്ന് നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ അവൻ അത് നൽകാതിരിക്കുകയില്ല. ഒരു ഹെവൻലി വിസ്ഡം ഇതിനകത്ത് റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ ദൈവത്തോട് ഇടപെടുന്ന സംസാരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം ഒരു ഹെവൻലി വിസ്ഡം യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. Heavenly wisdom, heavenly wisdom, heavenly wisdom, heavenly wisdom. Shabrakata Spirit of God. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു ഹെവൻലി വിസ്ഡം ഒരു ദൈവ പൈതലിന് ഓപ്പൺ ആയി കിട്ടിയാൽ, അവന്റെ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ അവൻ മാനുഷികമായിട്ടല്ല അതിനെ കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്, അവൻ അതിനെ സ്പിരിറ്റിൽ വിവേചിക്കാൻ തുടങ്ങും, സ്പിരിറ്റിൽ അതിനെ സ്റ്റഡി ചെയ്യാൻ തുടങ്ങും, സ്പിരിറ്റിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ തുടങ്ങും. ഫൈനലി അവനൊരു ഡിസിഷൻ എടുക്കും. ഇത് സാധാരണ കാരണമോ അസാധാരണമായ കാരണക്കാരനോ എന്ന് അവൻ അതിനെ മനസ്സിലാക്കിയെടുക്കും. യേശു കർത്താവിൻ്റെ മുമ്പിൽ മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗം നമുക്ക് നോക്കാം. യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഭാഗം നമുക്ക് എടുക്കാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചേ. അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു.
നിങ്ങൾ ആ വാക്ക് അങ്ങനെ തന്നെ ശ്രദ്ധിക്കണം. അനന്തരം ചിലർ കുരുടൻ, oppressed man who was blind, ചിലർ കുരുടനെ, ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ, ആൻഡ് മ്യൂട്ട്, ഊമനായ ഒരു മനുഷ്യനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. അവനെ സൗഖ്യമാക്കി. പുരുഷാരം ഒക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ, സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഇതേ ഭാഗത്ത് ഈ ഊമനും ബധിരനുമായ ആത്മാവിനെ, എന്ന് വെച്ചാൽ സംസാരിക്കാനും കാത് കേൾക്കാനും കഴിയാത്ത ആത്മാവുള്ളൊരു മനുഷ്യനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു പറഞ്ഞത്, ഇപ്പൊ ഊമനാണെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, മെഡിക്കലി അതിനൊരു പേര് പറയും. കണ്ണു കാണാത്ത മനുഷ്യനാണെങ്കിൽ മെഡിക്കലി അതിനൊരു പേര് പറയും. കാത് കേൾക്കാൻ മേലാത്ത മനുഷ്യനാണെങ്കിൽ മെഡിക്കലി അതിനൊരു പേര് പറയും. അപ്പോൾ രോഗിയായ ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് ഡോക്ടറുടെ അടുത്ത് കൊണ്ടു ചെന്നാൽ ഡോക്ടർ അദ്ദേഹത്തെ സൗഖ്യമാക്കുകയാണ് വേണ്ടത്. വൈദ്യന്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ വൈദ്യൻ സൗഖ്യമാക്കുകയാണ് വേണ്ടത്. യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ യേശു രോഗസൗഖ്യ പരധാനമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് സൗഖ്യമാക്കുകയാണ് വേണ്ടത്. പ്രവാചകനും കൂടിയാണ്, സൗഖ്യമാക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ കർത്താവ് ഈ കേസിനെ സ്റ്റഡി ചെയ്ത രീതി നമ്മൾ ശ്രദ്ധിക്കണം. ആ മനുഷ്യനെ അടുക്കൽ വിളിച്ചിട്ട്, ഊമനും ബധിരനുമായ ആത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോ എന്ന് പറഞ്ഞു. നിങ്ങൾ ആ കേസ് കർത്താവ് സ്റ്റഡി ചെയ്ത രീതി കണ്ടോ? അത് ഹാൻഡിൽ ചെയ്ത രീതി കണ്ടോ? ഊമനും ബധിരനുമായ ആത്മാവേ. അപ്പൊ ഇതൊരു ആത്മാവാണ്. ഈ മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഒരസുഖം മൂലമാണ് യേശുവിന്റെ മുമ്പിലേക്ക് വീട്ടുകാർ ഈ മനുഷ്യനെ കൊണ്ടുവന്നത്. ഊമനെ, ബധിരനെ, കേൾവിയില്ലാത്ത മനുഷ്യരെയൊക്കെ വീട്ടുകാർ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ കൊണ്ടുവന്നത് ശരീര സംബന്ധമായിട്ടുള്ള ഒരു അസുഖം മൂലമാണ്. എന്നാൽ യേശു ഒരു രോഗിയെ അല്ല, 10 പേരെ അല്ല, 1000 പേരെ അല്ല കർത്താവ് 3.5 വർഷക്കാലം കൊണ്ട് സൗഖ്യമാക്കിയത്. 10,000 കണക്കിന് ജനങ്ങളെ യേശു സൗഖ്യമാക്കി. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു കണ്ണിനും കാതിനും കാഴ്ചശക്തിയും കേൾവിശക്തിയും സംസാരശേഷിയും വരുത്തി കൊടുത്തത് എല്ലാം ഒരേ മെത്തേഡിലല്ല. എല്ലാവരെയും കണ്ണ് അന്ധനായ ആത്മാവെ മാറിപ്പോന്ന് പറഞ്ഞില്ല, ഊമനായ ആത്മാവെ, ചെകിടനായ ആത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോന്ന് പറഞ്ഞില്ല. ഒരു മനുഷ്യന്റെ കണ്ണിൽ ചേറുപൂശി ഇതിനുശേഷം ശീലോഹം കുളത്തിൽ കൊണ്ടുപോയി കഴുകാൻ പറഞ്ഞു. മറ്റൊരു മനുഷ്യന്റെ കാതിൽ വിരലിട്ട് തുറന്നു വരിക എന്ന അർത്ഥമുള്ള യഫദ എന്ന പദം അവിടുന്ന് ഉച്ചരിച്ചു. അങ്ങനെ പല നിലയിലാണ് യേശു ഓരോ കേസിനെ ഹാൻഡിൽ ചെയ്തത്. ഈ ഹെവൻലി വിസ്ഡം ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആത്മീയ യുദ്ധത്തെ, ഒരു സ്പിരിച്വൽ ബാരിയറിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾ ഈ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുക്രിസ്തു എന്ന ആത്മീയന്റെ മുമ്പിലും ഒരു പോരാട്ടം ഇപ്പോൾ ഉണ്ട്. ഈ ഊമനായും ബധിരനായും കണ്ണ് കണ്ടുകൂടാതെയും ഒക്കെ നിൽക്കുന്ന രോഗിയായ മനുഷ്യന്റെ മുമ്പിലും ഒരു ആത്മീയ യുദ്ധമുണ്ട്. നിങ്ങൾ കരുതും, അയ്യോ ആ മനുഷ്യനെ കർത്താവിനെ അങ്ങ് സൗഖ്യമാക്കിയാൽ പോരെ. പക്ഷെ നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ, നിങ്ങളിവിടെ മനസ്സിലാക്കുമ്പോൾ, ഒരേ സമയം 2 പേർക്ക് നേരെയാണ് വെല്ലുവിളി. ആത്മീയനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. വീട്ടിൽ എൻ്റെ കുഞ്ഞിന് വയ്യാണ്ടായാൽ, അവന് പനിയല്ലേ, അവന് പാരസെറ്റമോൾ കൊടുത്താൽ പോരെ എന്ന് എനിക്ക് സാധാരണഗതിയിൽ ഇത് പഠിച്ചൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്ക് ലാഘവത്തോടെ കാണാനൊക്കത്തില്ല. അവനവിടെ പനി വന്നാലും പോരാട്ടം അവന്റെ മേൽ മാത്രമല്ല, ഞാനും കൂടെയാണ് അനുഭവിക്കുന്നത്. Am I right? നിങ്ങളുടെ ഹസ്ബൻഡിന് ജോലിയില്ലെങ്കിൽ ഭാര്യയായ നിങ്ങളും കൂടെയാണ് അത് സഫർ ചെയ്യുന്നത്, ശരിയല്ലേ? നിങ്ങളുടെ ഭാര്യ പ്രാർത്ഥിക്കാൻ കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ
ഭർത്താവായ നിങ്ങൾ മാത്രമല്ല അത് സ്ട്രഗിൾ ചെയ്ത്. അവൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൾക്ക് നഷ്ടം, അവൾക്ക് നിത്യത നഷ്ടപ്പെടും, അവൾക്ക് വരങ്ങൾ നഷ്ടപ്പെടും, അവൾക്ക് അനുഗ്രഹം നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ലാഘവത്തോടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താക്കന്മാർ ഇതിനകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പ്രാർത്ഥിക്കാത്തതിൽ സ്ട്രഗിൾ ചെയ്തത് നിങ്ങളും കൂടെ അല്ലേ? മക്കൾക്ക് ജോലിയില്ലെങ്കിൽ അതിനെന്താ, എൻ്റെ അച്ചായന് പെൻഷൻ ഉണ്ടല്ലോ, ഞങ്ങൾ സുഖമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന അമ്മയപ്പന്മാർ ഇതിനകത്തില്ല. മക്കൾക്ക് ജോലിയില്ലെങ്കിൽ, അവർ സ്പിരിച്വൽ അല്ലെങ്കിൽ, അവർ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ വിങ്ങുന്നുണ്ടെങ്കിൽ ആ വിങ്ങൽ നിങ്ങളും കൂടെയാണ് അനുഭവിക്കുന്നത്. ശരിയല്ലേ? അപ്പോ ഒരാത്മീയ യുദ്ധം ഇത് മറ്റൊരു മെത്തേഡാണ്. വീട്ടിൽ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയും വീട്ടിലുള്ളവരുടെ വിഷയം കാരണം അവരും ആത്മീയ യുദ്ധത്തിനകത്താണ്. പക്ഷെ അവരറിയുന്നില്ല, നമ്മൾ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ അത് മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ അതൊരു ആത്മീയ യുദ്ധമാണ്. ഇവിടെ ആ മനുഷ്യനെ വന്ന് യേശുവുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ വീട്ടിലുള്ള ആ മനുഷ്യന് ഇപ്പൊ ബർത്തിമായി കണ്ണു കണ്ടുകൂടാ, പക്ഷെ അതിന് യേശുവുമായിട്ട് ഒരു ബന്ധമില്ല. കാരണം യേശുവിന്റെ ബ്ലഡ് റിലേഷൻ ഒന്നും അല്ല. പക്ഷേ യേശുവിന്റെ മുൻപിൽ ആ വിഷയം വരുമ്പോൾ ഇത് യേശു കർത്താവിന്റെയും കൂടെ വിഷയമാണ്. ഇന്ന് എന്നെ കാണുന്ന പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവദാസിമാർ ഇതിനകത്തുണ്ട്, ഉപവസിക്കുന്നവർ ഇതിനകത്തുണ്ട്, ദൈവകൃപ ഏറ്റെടുക്കാൻ കൊതിക്കുന്നവർ ഇതിനകത്തുണ്ട്. പല വിഷയങ്ങളും നമ്മൾ കാരണമല്ലാതെ നമ്മുടെ വിഷയങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ, പലതിൻ്റെയും കാരണക്കാർ നമ്മളല്ലാതെ അതിനകത്ത് നമ്മളും കൂടെ ഒന്ന് ഹെഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, പല വിഷയങ്ങളും നമ്മുടെ വീട്ടിലേതല്ലെങ്കിലും ഒരു വല്ലാത്ത ആത്മീയ സംഘർഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് നമ്മുടെ കാര്യമായി മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളും ഞാനുമൊക്കെ ഒരു ആത്മീയ യുദ്ധത്തിനകത്താണ്. കാരണം സാത്താൻ അവനെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ അധികാരത്തെ ചോദ്യം ചെയ്യും. സാത്താൻ ഒരു ഭർത്തിമായിയെ കൊണ്ടുവച്ചിട്ട് നിന്നിലുള്ള രോഗസൗഖ്യത്തിന്റെ വരത്തെ ചോദ്യം ചെയ്യും. സാത്താൻ ഒരു പ്രതിസന്ധി കൊണ്ട് നിന്റെ മുമ്പിൽ നിർത്തിയിട്ട് നിന്റെ മേലുള്ള വിളിയെ ചോദ്യം ചെയ്യും. സാത്താൻ ഒരു വിഷയം കൊണ്ട് നിന്റെ മുമ്പിൽ വെച്ചിട്ട് നീ വിളിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യും. ഇതൊരു ആത്മീയ യുദ്ധമാ. ഇന്ന് അങ്ങനത്തെയൊക്കെ അനുഭവത്തിൽ നിൽക്കുന്നവരുണ്ട്. അവിടെയാണ് നീ പ്രാർത്ഥിച്ചു മടുക്കുന്നേ, അവിടെയാണ് നീ പ്രാർത്ഥിച്ച് തളരുന്നേ, അവിടെയാണ് നീ പ്രാർത്ഥിച്ച് അവിശ്വസിക്കുന്നേ. കാരണം വിടുതലില്ല, വിടുതലില്ല. ദീർഘകാലം ചികിത്സിക്കാൻ തുടങ്ങി, സൗഖ്യമില്ല. പല പ്രവാചകന്മാർ ദൂത് പറഞ്ഞു, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ ഞാൻ വാലല്ല തലയാക്കും, നിന്നെ ഞാൻ കൈകളിൽ ഉപയോഗിക്കും, അനേകർക്ക് പ്രയോജനപ്പെട്ടു. വിടുതലില്ല. ദീർഘകാലമായി പ്രാർത്ഥിക്കുന്നു, മറുപടിയില്ല. എന്താണ് ബൈ പ്രൊഡക്റ്റായി വരുന്നത്? നാളെ പ്രാർത്ഥിക്കാന്നുള്ള ചിന്തയല്ല, മടുപ്പ്. ആത്മീയ യുദ്ധം. യേശു കർത്താവിന്റെ മുമ്പിൽ നിന്ന അന്ധൻ, യേശു അന്ധനാണെന്ന് പറയത്തക്ക നിലയിൽ കാര്യങ്ങൾ മാറിയേനെ. യേശു കർത്താവിന്റെ മുമ്പിൽ നിന്ന ബധിരൻ, ഇവനോടാണോ നീ പോയി ചെവി തുറക്കാൻ പറയുന്നത്? അവൻ കേട്ട വിഷയത്തിന് അവനെ സൗഖ്യം തരാൻ വയ്യ, പിന്നെയാ ഇനി നിന്റെ ചെവി തുറപ്പിക്കാൻ പോണേ, അങ്ങനെ പറഞ്ഞേനെ. യേശുവിൻ്റെ മുമ്പിൽ വന്ന ഒരു യുദ്ധമാത്. കർത്താവ് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്തു? കർത്താവ് ആ സ്പിരിറ്റിനെ സ്റ്റഡി ചെയ്തു. പറഞ്ഞു, ഊമനും ചെകിടനുമായ ആത്മാവേ വിട്ടുപോ. ഞാനൊരു ദൂത് പറയാം. ദൈവസന്നിധി നന്നായി പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരു ഭത്സനത്തിൽ തകരാവുന്ന വിഷയങ്ങളെ പല സന്ദർഭങ്ങളിലും ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരെയും കർത്താവ് അങ്ങനെ അല്ല ഹാൻഡിൽ ചെയ്ത്, എല്ലാവരെയും അങ്ങനെ അല്ല അവിടെ കർത്താവ് മീറ്റ് ചെയ്തത്. അവരുടെ കേസൊക്കെ കർത്താവ് ഹാൻഡിൽ ചെയ്തത് വ്യത്യസ്തമായ രീതികളിലൂടെയാണ്. അപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരു വിഷയത്തിനകത്ത് വിടുതൽ വരണമെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ കാരണത്തെ സ്റ്റഡി ചെയ്യാൻ നമുക്കൊരു ഹെവൻലി വിസ്ഡം കിട്ടിയിരിക്കണം. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട്, അപ്പനെ ആ ഹെവൻലി വിസ്ഡം യേശുവിൻ്റെ മേൽ പകർന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ അത് പകർന്നു തരണം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു ഹെവൻലി വിസ്ഡത്തിൻ്റെ വലിയ അളവിലുള്ള കുറവുണ്ട്. നമ്മൾ മെറ്റീരിയലിയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ ബുദ്ധിക്കകത്തൊക്കെയാണ് ഇൻ്റലക്ച്വലി കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ
നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ് ആത്മലോകം. നമ്മുടെ ബുദ്ധിക്കും അപ്പുറമാണ് ആത്മലോകം. ബുദ്ധിക്കും അപ്പുറമാണ് ആത്മീയ ജീവികൾ. ബുദ്ധിക്കും അപ്പുറമാണ് സ്പിരിറ്റ് റിലം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, എടുക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. 6-ാമത്തെ അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ് അതിശക്തമായി പറയുന്നുണ്ട്. എന്നാൽ എന്ത്? 15-ാമത്തെ വാക്യം, 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു. 6-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ. ചുരുക്കി പറഞ്ഞാൽ പാപത്തോട് പോരാടണം എന്നാണ് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. പാപത്തോട് പോരാടണം എന്ന് പഠിപ്പിക്കുന്നു. അതേ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 6-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 12-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ, കർത്താവിലും 6-ാമത്തെ അധ്യായം 10 മുതൽ 12 വരെ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞിട്ട് പിശാചിനോട് എതിർത്തു നിൽപ്പിൻ എന്ന് പറയുന്നു. മനസ്സിലായോ? പാപത്തോട് പോരാടണം, പിശാചിനോട് എതിർത്തു നിൽക്കണം. ഒന്നുകൂടെ പറഞ്ഞേ, പാപത്തോട് പോരാടണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. ഈ ലേഖനം വായിച്ചത് കൊണ്ടാണോ അല്ലയോ, അതോ ഇതേ വെളിപ്പാട് കിട്ടിയോണ്ടാണോ എന്ന് അറിയത്തില്ല. യാക്കോബും ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമല്ലോ. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമല്ലോ. ഇവിടെ പറയുന്നത് നോക്കിയാൽ നമ്മൾ ചിന്തിക്കും, പാപം ചെയ്യുന്നത് പോലും പിശാചല്ലേ, പാപം ചെയ്യിക്കുന്നത് പിശാചല്ലേ, അപ്പൊ പിന്നെ അതിനെയും നമ്മൾ എതിർത്ത് തകർത്ത് തോൽപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? ലിസൺ മീ, ആക്ച്വലി സാത്താനെ കൊല്ലാൻ ദൈവം മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചാൽ നമ്മൾ ചിന്തിക്കും, ദൈവം എന്തുകൊണ്ട് സാത്താനെ കൊല്ലുന്നില്ല? എൻ്റെ ഈ ഒറ്റ വെട്ടിന്, എൻ്റെ ഈ ഒരൊറ്റ കൽപ്പനയ്ക്ക് സാത്താനെ കൊന്നുകളയരുതോ? എൻ്റെ വായ് ദൈവത്തിന് ഉപയോഗിക്കരുതോ? എൻ്റെ ബലം കർത്താവിന് ഉപയോഗിക്കരുതോ? എൻ്റെ വിശ്വാസം കർത്താവിന് ഉപയോഗിക്കരുതോ? എൻ്റെ ഈ കുടുംബത്തിനകത്ത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വരത്തില്ലല്ലോ. അവൻ എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന പൈശാചിക ശക്തിയെ ദൈവം അങ്ങ് കൊന്നാൽ മതിയല്ലോ. നോ, സാത്താനെ കൊല്ലാൻ ദൈവം മനുഷ്യനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. സാത്താനെ എതിർത്ത് നിൽക്കാനാണ് ദൈവം മനുഷ്യനെ അപ്പോയിന്റ്, ചെറുക്കാൻ, അവൻ്റെ പ്രവർത്തികളെ ചെറുക്കാൻ, അവൻ്റെ ഫങ്ഷൻസിനെ ബന്ധിക്കാൻ. ആ നില വരെയാണ് ദൈവം മനുഷ്യനെ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ പാപം എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, ഇതൊരു ആത്മീയ യുദ്ധത്തിനകത്ത് ഇതൊരു ഭയങ്കര വെല്ലുവിളിയാണ് പാപം എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്ന സംഗതി ഒരു ആത്മീയന്മാരൊക്കെ എന്നെ ഒന്ന് കേൾക്കണം, എല്ലാ ദൈവമക്കളും കേൾക്കണം, പ്രായമുള്ളവർ കേൾക്കണം, പ്രായം കുറഞ്ഞവർ കേൾക്കണം, വിവാഹം കഴിഞ്ഞവർ കേൾക്കണം, വിവാഹം ചെയ്യാൻ പോകുന്നവർ കേൾക്കണം, എല്ലാവരും, ദമ്പതിമാർ കേൾക്കണം, ദമ്പതിമാരാകാൻ പോകുന്നവർ കേൾക്കണം, യൗവനക്കാർ കേൾക്കണം, പാസ്റ്റേഴ്സ് കേൾക്കണം, പാസ്റ്റർമാരുടെ വൈഫ് കേൾക്കണം, എല്ലാവരും കേൾക്കണം. പാപമെന്ന് പറയുന്ന ഈ ഒരു സംഗതി വേറെ ഒരു ആത്മീയ യുദ്ധവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് ഈ ഒരു യുദ്ധമാണ് ഏറ്റവും വലിയ ഒരു സംഗതിയായിട്ട് നിൽക്കുന്നത്. അവർക്ക് ജയിക്കാൻ പറ്റാത്ത പോലെ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ആക്ച്വലി നമുക്കൊരു ആത്മീയ യുദ്ധം ജയിക്കണമെങ്കിൽ, ഒരു സ്പിരിച്വൽ വാർഫെയർ നടത്തണമെങ്കിൽ, ഒരു ക്യാപ്റ്റീവ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒരു മനുഷ്യൻ ചുവട് വെക്കണമെങ്കിൽ, ഒരു ദൈവത്തിന്റെ തീജ്വാലയായി ഒരു മനുഷ്യനെ വർത്തിക്കണമെങ്കിൽ, ദൈവം ഡയറക്ട്ലി ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാകണമെങ്കിൽ, ദൈവം കൂടെ നടക്കുന്ന ഒരു വ്യക്തിത്വമാകണമെങ്കിൽ, അവനെ ദൈവത്തിന് കൈവയ്ക്കാൻ കൊള്ളാമെന്നുള്ളവനാകണം, അല്ലേ?
എന്ന് പറഞ്ഞാൽ അവൻ ജയിച്ചവനാ. കാരണം ദൈവം ജയിച്ചവനാ. മരണത്തെ വരെ കർത്താവ് ജയിച്ചവനാ. നമ്മളെയൊക്കെ സമപ്രായത്തിൽ നിന്നിട്ട് സകല വികാരങ്ങളെയും ജയിച്ച ഒരു വ്യക്തിത്വമാണ് യേശുവിന്. എന്നാൽ ജയിച്ചവനാണ് ജയാളിയായവന്റെ കൂടെ നിൽക്കാൻ പറ്റുക. പാപം എന്ന് പറയുന്ന ഒരു സംഗതി അതിപ്പോ കേവലം ഒരു കള്ളം പറയുന്ന കാര്യമാകട്ടെ തുടങ്ങി ഇങ്ങറ്റം താഴ്ന്ന തലത്തിൽ വരെ വരുമ്പോൾ എത്ര ചെറുതും വലുതുമായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തു പറയാൻ പറ്റുന്നതും പുറത്ത് പറയാൻ പറ്റാത്തത്. ഇപ്പോൾ ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞ കള്ളം ഇന്നതായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിട്ട് ഞാൻ പറഞ്ഞ വീട്ടിലില്ല, ഞാനിപ്പോൾ പുറത്താണെന്ന് പറഞ്ഞു. ഇതെനിക്ക് നിങ്ങളോട് പറയുന്നതിൽ തെറ്റില്ല. കാരണം എനിക്ക് നിങ്ങളോട് പറയാവുന്ന ഒരു പാപമാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് കള്ളം പറഞ്ഞു. പക്ഷേ ഇതേ എനിക്ക് ഇത്രയും വിശദമായി നിങ്ങളോട് പറയാൻ കഴിയാത്ത ചില പാപപ്രവർത്തികൾക്കകത്ത് ഞാൻ എൻഗേജ്ഡ് ആണെങ്കിൽ അതിനെയാണ് ഞാൻ ചെറിയ പാപമെന്നും വലിയ പാപമെന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അഡ്രസ് ചെയ്തത്. അവിടെ എനിക്ക് ആ ഒരു കള്ളം പറയുന്ന കാര്യത്തിൽ തുടങ്ങി എനിക്ക് പുറത്തു പറയാൻ പറ്റാത്തത്രയും പാപത്തെ വരെയും ഞാൻ ചെയ്യാതിരിക്കലല്ല, ജയിക്കുകയായിരുന്നു വേണ്ടത്. ക്ലിയർ? ഞാൻ ജയിക്കുകയായിരുന്നു വേണ്ടത്. അപ്പോൾ ഒരു ആത്മീയ ജീവിതം എന്തിന്റെ ജീവിതമാ? ജയത്തിന്റെ ഒരു ജീവിതമാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കിയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപം സംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപ സംബന്ധമായി മരിച്ചവർ എങ്കിലും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആ വാക്ക് നിങ്ങൾ അടിവരയിടണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ വാക്കിന് അടിവരയിടണം. നിങ്ങളെ തന്നെ എണ്ണുവിൻ. സഹോദര, എനിക്ക് എന്നെ എണ്ണാൻ പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയാൽ അവിടെ മുതൽ തന്നെ സാത്താൻ എൻ്റെ ജീവിതത്തിൽ എൻട്രി കിടക്കുക. ഞാൻ ജയിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും ജയിക്കാൻ പറ്റാതെ കിടക്കുന്ന മേഖലകളാണ് പാപം എന്ന് പറയുന്നത്. അവർക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് കൈകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് കാലുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ആഗ്രഹമുണ്ട്. ആരെങ്കിലും നാളെ രാവിലെ എഴുന്നേറ്റ് പാപം ചെയ്യണമെന്ന് ഓർത്ത് കഴിഞ്ഞ ആഴ്ച പോയി സ്നാനമേക്കൂ? ഇല്ല. സ്നാനമേറ്റത് തന്നെ ഇനി മേലെ പാപം ചെയ്യൽ എല്ലാം വിട്ടുപോട്ടെ കർത്താവേ എന്ന് പറഞ്ഞ് ഉപവസിച്ചിട്ടാ പോയി സ്നാനമേറ്റ്. പക്ഷെ സ്നാനമേറ്റ് കഴിഞ്ഞിട്ടും പാപം ചെയ്യുന്നു. പണ്ടത്തെ സ്വഭാവം, പഴയ സ്വഭാവം, പഴയ ശീലങ്ങൾ, പഴയ ആഗ്രഹം, പഴയ മോഹം. In Jesus' name ജയിക്കണം. യേശുവിന്റെ ആത്മാവ് പൗലോസ് പറയുന്നു, നിങ്ങളെ തന്നെ എണ്ണുവിൻ. നീ ദൈവം പറഞ്ഞ ആ കൗണ്ടിനകത്ത് വരാത്തടുത്തോളം കാലം. ക്ലിയർ? ദൈവം പൗലോസ് പറഞ്ഞു, നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഞാൻ തന്നെയാ എന്നെ ദൈവത്തിന്റെ മനുഷ്യനാക്കി മാറ്റേണ്ടത് ആദ്യം. ഇപ്പൊ ദീപു കൃഷ്ണ എന്ന് പറയുന്ന മനുഷ്യൻ, പഴയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പഴയ ഒരു ദീപു കൃഷ്ണ ഉണ്ടായിരുന്നു. ഈ തിരുവെഴുത്ത് പറയുന്ന സകല പാപവും ചെയ്തൊരു മനുഷ്യൻ. ആ മനുഷ്യനെ എനിക്ക് ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് എനിക്ക് എണ്ണാനോ കൊണ്ടുവരാനോ എനിക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നാൽ ക്രിസ്തുവിൽ ഞാൻ ആയതിനു ശേഷം എന്നിൽ വന്ന മാറ്റങ്ങൾ നിമിത്തം, എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത് നിമിത്തം എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു യുദ്ധഭൂമിയിലാണ്. ഒരു ആത്മീയ യുദ്ധം എനിക്കുണ്ട്. അതെന്തിനാ ഈ ആത്മീയ യുദ്ധം എന്ന് ചോദിച്ചാൽ, ഞാൻ ജയിച്ചവന്റെ കൂടെ ജീവിക്കാനുള്ളവനായതുകൊണ്ട്, ജയവീരനാം ദൈവത്തിന്റെ കൂടെ ജീവിക്കാനുള്ളവനായതുകൊണ്ട്, അത് ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യയുഗങ്ങളോളം ആ കർത്താവിനോട് കൂടെ ജീവിക്കാനുള്ളവനായതുകൊണ്ട്, ഈ ഭൂമിയിൽ നിന്ന് ദൈവം എന്നെ വിളിക്കുന്നതിന് മുൻപേ അനേകർക്ക് പ്രയോജനപ്പെടാനുള്ളവനായതുകൊണ്ട്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മുളയിലേ അങ്ങ് നുള്ളിക്കളയാം എന്ന് പറഞ്ഞ് സാത്താൻ പുറകെ കൂടിയിരിക്കുന്നതിന്റെ ലക്ഷണമാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഫസ്റ്റ് നീ നിന്നെ കൺട്രോൾ ചെയ്യണം, രണ്ടാമത് ദൈവം നിന്നെ കൺട്രോൾ ചെയ്യും. എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് എന്നെ ഇട്ടുകൊടുക്കാൻ
പറ്റത്തില്ല. ഫസ്റ്റ് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യാൻ സജ്ജനാക്കണം. രണ്ടാമത് എന്നെ കൺട്രോൾ ചെയ്യുന്ന പരിശുദ്ധാത്മാവ് അതിൽ സജീവമായി നിൽക്കും. ആ വാക്ക് രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ഞാൻ എന്നെ സജ്ജനാക്കണം. രണ്ടാമത് സജീവമായി എന്നെ എൻ്റെ തീരുമാനത്തോടു കൂടെ ചേർന്ന് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഇത് കടിച്ച പൊട്ടാത്ത കാര്യമൊന്നുമല്ല, ഇത് സാധിക്കുന്ന കാര്യമാണ്. പാപത്തെ ജയിക്കാൻ പറ്റുന്നില്ല യൗവനക്കാരാ, പാപത്തെ ജയിക്കാൻ പറ്റുന്നില്ല യൗവനക്കാരി, പാപത്തെ ജയിക്കാൻ പറ്റുന്നില്ലേ പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവദാസനെ, ദൈവദാസിയെ? എന്തിനാ ഏറ്റവും വലിയ യുദ്ധം പാപത്തെ കൊണ്ടിട്ടേക്കുന്നതെന്നറിയാവോ? ഏറ്റവും വലിയ അതോറിറ്റി വെളിപ്പെടുന്നത് ഈ മേഖലയിൽ ജയിക്കുമ്പോഴാണ്. മനസ്സിലാവുന്നു? അത് നമ്മൾ എത്ര പിടിച്ചു കെട്ടി നമ്മളെ സൂക്ഷിച്ചാലും, നമ്മൾ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ ഈ സാധനം എടുത്ത് കുത്തുമ്പോൾ ചിലപ്പോൾ മുന്നേ കയറി വരും. ജയിക്കാൻ പറ്റണം. നിന്റെ ബോധ മനസ്സുകൊണ്ട് തന്നെ അതിനെ തകർത്ത് കളയാൻ പറ്റണം. ബോധ മനസ്സിൽ നിന്നൊരു തീ കത്തണം, കത്തിപ്പോട്ടെ. അത് നിന്റെ അൺകോൺഷ്യസ് മൈൻഡിലോ സബ് കോൺഷ്യസ് മൈൻഡിലോ കയറി ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കല്ലേ. കാരണം ജയിച്ചവന്റെ ആത്മാവാ. അപ്പൊ ജയിച്ച ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ യുദ്ധത്തിനകത്ത് ഏർപ്പെട്ട് അവനെ ഡിഫെൻഡ് ചെയ്യാൻ, അവനെ ജയിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ പാപത്തോട് പോരാടണം. ഒരു സാത്താൻ സൃഷ്ടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പാപം. സാത്താൻ സൃഷ്ടിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പാപം. അപ്പൊ പാപത്തോട് പോരാടണം. എന്നാൽ സാത്താനായിട്ട് തന്നെ വന്നു നിന്ന് എനിക്ക് നേരെ യുദ്ധം ചെയ്യും. ആ സമയം പോരാട്ടമല്ല, അവിടെ എതിർപ്പാണ്. അവന് സാത്താൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവന് നേരെ ഞാൻ ഡിങ് 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 പോരാടി കളിച്ചാൽ പോരാ, അവനെ ചെറുക്കണം. കാര്യം എന്നാ? അവൻ തള്ളി അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. സാത്താൻ ഓൾറെഡി ഒരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക. അപ്പൊ പിന്നെ അതിന്റെ മേലെ ഇനി വേറൊന്നും ചിന്തിക്കാൻ, അവൻ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ പിന്നെ അതിനെ അങ്ങ് പോരാടി തകർക്കുക. എന്നാൽ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വരുമ്പോൾ, സാത്താനായിട്ട് തന്നെ, പിശാചായിട്ട് തന്നെ നിൽക്കുമ്പോൾ അതിന് നേരെ പോരാട്ടമല്ല, അവന്റെ രീതികൾ എന്താണെന്നൊന്ന് പഠിക്കാൻ അവനെ എതിർത്ത് നിൽക്കണം. എതിർത്ത് നിന്നാൽ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല എന്ന് കണ്ട് ഇവൻ ഓടുമെന്നാണ് യാക്കോബ് സ്ലീഹ പറഞ്ഞേക്കുന്നത്. നമുക്കിപ്പോൾ കാര്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തുടക്കത്തിലെ തീയിറക്കാൻ നിൽക്കും, നമ്മൾ തുടക്കത്തിലെ അന്ധകാര ശക്തി വെട്ടാൻ നിൽക്കും, നമ്മൾ തുടക്കത്തിൽ സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ, അനലൈസേഷൻ നടത്തുന്നതിന് മുന്നേ, സ്കാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വായിന്ന് വാക്കുകൾ വിടാൻ തുടങ്ങും. നോ, അതൊരു പരാജയത്തിൻ്റെ ലക്ഷണമാണ്. കാരണം എൻ്റെ വായിൽ നിന്ന് എന്തു വീഴുന്നു എന്ന് അവൻ വരുന്നതിന് മുന്നേ അവൻ പിടിക്കുകയാണെങ്കിൽ അതിനെ തകർക്കാൻ തക്കവണ്ണമുള്ള പുതിയ തന്ത്രം അവൻ ആവിഷ്കരിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മറ്റത് എൻ്റെ കയ്യിൽ ഞാൻ എന്ത് സജ്ജീകരണത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് സാത്താന് പിടികിട്ടത്തില്ല. ശരിക്കും ആ ആത്മീയ ചൂട് അനുഭവിച്ചതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും. ആ സെൻസ് ചെയ്തതിന് ശേഷം ഭും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ അവൻ അതിൽ തകർന്നേ പറ്റൂ, അവൻ്റെ പ്രവർത്തികൾ തകർന്നേ പറ്റൂ. നിങ്ങൾ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ? ആ നിലയിൽ ദൈവം സജീവമായി നമ്മെ വളർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം ഒരു ജ്ഞാനത്തിലൂടെ വരുന്ന കാര്യങ്ങളാ. റിക്കോബോസിയ ചെന്നിരിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടേഴ്സും മരുന്ന് കുറിക്കത്തില്ല. നിങ്ങൾ എത്ര കാലമായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആസ് ഓൺ ഡേറ്റ് വരെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വരെ നമ്മൾ അനുഭവിച്ച സകല കാര്യങ്ങളും നല്ലൊരു ഡോക്ടറാണെങ്കിൽ OP ടിക്കറ്റിന്മേൽ എഴുതി വെക്കും. ഇനി 10 വർഷം കഴിഞ്ഞ് ഈ OP ടിക്കറ്റ് കൊണ്ട് ആ ഡോക്ടറെ കൊടുത്താലും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ആണ്, ഇവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതായിരുന്നു അതിൻ്റെ കാരണം, എൻ്റെ അഡ്വൈസ് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്ലിനിക്കൽ ടെസ്റ്റിന് തന്നെ ഞാൻ സജ്ജീകരിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കോഡിൽ അത് എഴുതി വെക്കും. നമ്മൾ തിരിച്ചു പറയാതെ 10 വർഷത്തിന് ശേഷം അദ്ദേഹം OP ടിക്കറ്റ് നോക്കിയിട്ട് വായിച്ചു പറയും. കാര്യം എന്താ? അത് അവർ പഠിച്ച രീതിയാണ്, അത് അവരെ ട്രെയിൻ ചെയ്തേക്കുന്ന രീതിയാണ്, അതവർ കീഴ്പ്പെട്ട് വന്നത് അങ്ങനെയാണ്, അതവർ കണ്ടു പഠിച്ചേക്കുന്ന അങ്ങനെയാണ്, അവർക്ക് കൊടുത്തേക്കുന്ന കോച്ചിങ് അങ്ങനെയാ. ഞാൻ നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ പാഠശാലയിൽ ഇരുന്ന് പഠിക്കണം. ഞാൻ നിങ്ങളൊക്കെ ദൈവത്തിൻ്റെ പാഠശാലയിൽ ഇരുന്ന് പഠിക്കണം.
എന്നിട്ടേ അവർ മരുന്ന് എഴുതത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളൊരു മെഡിസിൻ എഴുതത്തുള്ളൂ. അതുപോലെ ചില പ്രശ്നങ്ങൾക്കകത്ത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വല്ലാതെ സഫർ ചെയ്യുന്നെങ്കിൽ, ചില പോരാട്ടങ്ങൾക്കകത്ത് നിങ്ങൾ ഈ ദിവസം ജയിക്കാൻ പറ്റാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവാത്മാവ് ആരോടൊക്കെ പറയുന്നു? ദൈവസന്നിധിയിലൊന്ന് ഇരിക്കാൻ പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു. നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ധ്യാനിക്കുന്നവരാണ്, നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് രണ്ട് പക്ഷേയില്ല, അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ കൂടെ ദൈവത്തിന് നിന്നെ ഗ്രഹിപ്പിക്കാനുണ്ട്. നിങ്ങളോട് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങളൊന്നും വെറുതെ ആകത്തില്ല. നിങ്ങൾ കേട്ട ദൈവശബ്ദങ്ങളൊന്നും വെറുതെ ആകത്തില്ല. ചില കാര്യങ്ങളെ നിനക്ക് പഠിക്കാനുണ്ട്. പഠിച്ച് ചെയ്യുന്നത് വേറെ, പഠിക്കാതെ ചെയ്യുന്നത് വേറെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കേസിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഓർഡിനറി ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള നോളജ് കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും രണ്ടാ. ഹല്ലേലൂയ. ഒരു ജനറൽ മെഡിസിൻ പഠിച്ച ഡോക്ടർക്കും ഒരു ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടാൽ മനസ്സിലാവും, അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ജനറൽ മെഡിസിൻ കഴിഞ്ഞിട്ട് ഒരു ഓർത്തോപീഡീഷ്യനായിട്ടുള്ള ഒരു ഡോക്ടർക്ക് അതേ രോഗി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കൊടുക്കാവുന്ന അഡ്വൈസ് വേറെ ലെവലാണ്. മനസ്സിലാവുന്ന നിങ്ങൾക്ക്? മനസ്സിലാവുന്ന ഞാൻ എന്താ പറഞ്ഞതെന്ന്? ജനറൽ മെഡിസിൻ എല്ലാ ഡോക്ടേഴ്സും ജനറൽ മെഡിസിൻ കഴിഞ്ഞിട്ട് അവരേതും എടുക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർക്ക്, ഒരു ജനറൽ മെഡിസിൻ കഴിഞ്ഞൊരു ഡോക്ടർക്ക് ഒരു ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം വന്നാൽ അവർക്ക് ഓക്കെ. പക്ഷേ അവർക്ക് അത്ര അങ്ങോട്ട് ഡീപ്പായിട്ടുള്ളൊരു സ്റ്റഡി അതിനകത്ത് അവർക്കില്ല. പക്ഷെ എങ്കിലും അവരുടെ കൈക്ക് മെരുങ്ങുന്നതാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കൂ, കുറവില്ലെങ്കിൽ നിങ്ങളൊരു ഓർത്തോപീഡീഷ്യനെ കാണും പറയും. അതുപോലെ തന്നെയാണ് സർജറി ഡിവിഷൻ്റെ കേസ്. കഴിച്ചു നോക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളൊരു സർജനെ കാണും, അല്ലെങ്കിൽ നിങ്ങൾ സർജറി ഒ പിയിലൊന്ന് കാണിക്കൂ പറയും. പക്ഷേ ഓർത്തോപീഡീഷ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർജറി ഒ പിയിലേക്ക് ചെല്ലുമ്പോൾ, സർജൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ആ കേസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവരതിന് കൊടുക്കുന്ന മെഡിസിൻ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ, അവരതിനെ ഹാൻഡിൽ ചെയ്യുന്ന, അവരതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി വേറെയാണ്. അവരതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് വേറെയാണ്, ടെസ്റ്റുകൾ വേറെയാണ്. അതവർ പഠിച്ചതിൻ്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇത് ആരോടൊക്കെ വളരെ ഡീപ്പായിട്ട് സംസാരിക്കുന്നു, വളരെ ആഴമായി സംസാരിക്കുന്നു, വളരെ ഡീപ്പായി സംസാരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നീ എവിടെയൊക്കെയോ ലാപ്സായിപ്പോയി. ലാക്ക് ഓഫ് നോളജ് ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവശക്തിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്. കാരണം ഈ ലാക്ക് ഓഫ് നോളജ് സാത്താൻ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവത്തോടുള്ള വൈരം കൊണ്ടുവരും, ദൈവത്തോടുള്ള ശത്രുത നമ്മളിൽ ജനിപ്പിക്കും. ലാക്ക് ഓഫ് നോളജ്, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട്, ഞാൻ ചർച്ചിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട്, ഞാൻ ദൈവദാസന് സ്തോത്ര കാഴ്ച കൊടുത്തിട്ട്, ഓഫറിങ്സ് കൊടുത്തിട്ട്, ടൈത്ത് കൊടുത്തിട്ട്, ജനിപ്പിക്കും വൈരം, ദേഷ്യം, കോപം, ശത്രുത ജനിപ്പിക്കും. എൻ്റെ വിഷയത്തിന് ഒരു മാറ്റവും ഇല്ല. ദൈവത്തോടുള്ള നമ്മുടെ ലാക്ക് ഓഫ് നോളജിനെ സാത്താൻ യൂട്ടിലൈസ് ചെയ്ത് ദൈവത്തിന് എഗെയിൻസ്റ്റ് ആക്കി മാറ്റും നമ്മളെ. ആത്മീയ യുദ്ധത്തിനകത്തുള്ള കാര്യമായത്. യുദ്ധത്തിനകത്ത് മുറകളുണ്ട്, തന്ത്രങ്ങളുണ്ട്, ചതിയുണ്ട്. ചതിക്കും സാത്താൻ. ചതിയുടെ അപ്പനാ, ഭോഷ്കിന്റെ അപ്പനാ. അവൻ അതിനകത്ത് ചതിയും പലതും കൊണ്ടുവരും. അവൻ തിയററ്റിക്കലി കാര്യങ്ങൾ ചെയ്യുന്ന ആളൊന്നും അല്ല, അവൻ നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി അല്ല. ആ നിലയിൽ അവൻ വഞ്ചിക്കും. അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും ദൈവത്തോട് ഉണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം, വെറുതെ ആ പോയിന്റ് വരത്തില്ല. ദൈവത്തോട് തന്നെ എന്തോ ഒരു നീരസം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അൺകോൺഷ്യസ് മൈൻഡിൽ മറഞ്ഞു കിടക്കുന്നവരുണ്ട്. പേടിച്ചിട്ട് ദൈവത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറയാത്തവരാണ്. പക്ഷേ എന്തോ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ പഠിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പോലും എന്തോ ഒരു വല്ലായ്മയുണ്ട്. വെറുപ്പൊന്നും ഇല്ലെങ്കിലും ഒരു വിഷമം ഉണ്ട്. കാര്യം എന്നാ? കാലം എത്രയായി, ഞാൻ എത്ര കാലമായി ദൈവസന്നിധിയിൽ മുട്ടുമേലിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ഈ വിഷയത്തിന്മേലൊരു മാറ്റമില്ലല്ലോ. ജനിപ്പിക്കുന്നത് കണ്ടോ അവൻ. എനിക്ക് എന്നെ എണ്ണാൻ പറ്റുന്നില്ല. പൗലോസ് പറഞ്ഞ എനിക്ക് എന്നെ എണ്ണാൻ പറ്റുന്നില്ല. ഞാൻ 100% ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ പോലാന്ന്. എനിക്ക് എന്നെ എണ്ണാൻ പറ്റാത്ത പോലെ അവൻ എന്നെ വല്ലാതെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ആ നിലയിലുള്ള യേശുവിൻ്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്.
ആ മനസ്സിനകത്ത് അവൻ സൃഷ്ടിച്ച കയ്പ്, ആ മനസ്സിനകത്ത് ശത്രു നിക്ഷേപിച്ച വിഷം, ആ മനസ്സിനകത്ത് സാത്താൻ നിക്ഷേപിച്ച ദുർസംശയം, ആ മനസ്സിനകത്ത് സാത്താൻ നിക്ഷേപിച്ച അകലം യേശുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ. റോമർ 6:10-18 വായിക്കുമ്പോൾ പാപത്തോട് പോരാടണമെന്നും എഫേസ്യർ 6 പഠിക്കുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്നും. അപ്പോൾ നിങ്ങൾ പോരാടേണ്ടത് എവിടെയാണ്, എതിർത്ത് നിൽക്കേണ്ടത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യൂദായിക്ക് ലേഖനം എഴുതിയപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6 പഠിക്കുമ്പോൾ ഞാൻ വായിക്കുന്നില്ല കേട്ടോ, സമയം ഒത്തിരി ആയിപ്പോയി, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി വീട്ടിൽ. എഫേസ്യർ 6 നമുക്കറിയാം, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങൾ എന്ന് പറയുന്ന മെസ്സേജ് തന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഞാൻ പ്രസംഗിച്ചത്. യൂദായുടെ ലേഖനം അതിൻ്റെ 9 നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയൊക്കെ അറിയാമെങ്കിലും, ഇതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നമുക്കറിയാമെങ്കിലും പല സ്ഥലങ്ങളിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഫിസിക്കൽ പവറിലാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് തളർന്നു പോകാറുണ്ട്. എന്നാൽ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തളരുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ഈ ആഫ്രിക്കൻ പാസ്റ്റേഴ്സിനെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 2, 3, 8, 10 മണിക്കൂറുകൾ കണ്ടിന്യൂസ്ലി അവർ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയും ദൈവശക്തിയിൽ നിറയുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വീക്ഷിച്ചിട്ടുണ്ട്. അവരൊരു കപ്പ് വെള്ളം പോലും കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പലരുടെയും മെസ്സേജുകൾ, മീറ്റിംഗ്സ് ഒക്കെ വാച്ച് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ അതിനകത്ത് എഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, ലൈവാണ്, എഡിറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അവർ കണ്ടിന്യൂസ്ലി 1.5-2 മണിക്കൂർ അവർ കണ്ടിന്യൂസ്ലി അന്യഭാഷകളിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതമായിട്ട് നോക്കിയിരിക്കാറുണ്ട്. അതിനകത്ത് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് അറിയുമ്പോൾ, അവർ നമ്മളെക്കാൾ ഭയങ്കര ദാഹമുള്ളവരാട്ടോ. എല്ലാവരും അല്ല, എല്ലാ ആഫ്രിക്കൻസും ഒന്നും അല്ല, എന്നാൽ അതിനകത്ത് ദാഹമുള്ളവരുണ്ട്. അപ്പോൾ അവിടുത്തെ പാസ്റ്റേഴ്സ് ആണെങ്കിലും ജനമാണെങ്കിലൊക്കെ ഭയങ്കര ദാഹമുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്, ഫെയ്ത്തിൽ ഭയങ്കരം അവർ. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്യഭാഷ പറയാൻ നിന്നാൽ ഇപ്പുറത്തവൻ എന്തോ പറയുന്നു, ഇവിടെ ഇരിക്കുന്നവൻ ഛർദ്ദിക്കുന്നു, അവിടെ കിടക്കുന്ന ഉരുളുന്നു, ഇതൊന്നും അവർ നോക്കാറില്ല. അവർ സ്വയം ദൈവത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ദൈവസന്നിധിയിലേക്ക് അവർ വിശ്വാസത്തിൽ കയറിപ്പോകുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ചില സമയത്തേക്കെങ്കിലും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തളരുന്നു, മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തളരുന്നു. പക്ഷേ അവർ അന്യഭാഷകളിൽ അവർ റോറിങ് ചെയ്യുന്നു, അവർ അന്യഭാഷകളിൽ അവർ ദൈവത്തോട് സംസാരിക്കുന്നു. അവർ ഭയങ്കരമായ മിസ്റ്ററീസ് അവർക്ക് വെളിപ്പെട്ടു വരുന്നു. ഭയങ്കരമായ മണ്ഡലങ്ങളിലേക്ക് അവർ കയറിപ്പോയി പടവെട്ടുന്നു. അത് പ്രൊഫറ്റിക്കൽ ആക്ഷനോടുകൂടി അവർ ചെയ്യുന്നു. പക്ഷെ അവർ തളരുന്നില്ല. അവരും നിൽക്കുന്നത് ഒരു ആത്മീയ യുദ്ധത്തിനകത്താണ്, പക്ഷെ അവർ തളരുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നമ്മളെ പോലെ ശരീരത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർ കംപ്ലീറ്റ്ലി അവരെ കൺട്രോൾ ചെയ്യുന്നത് സ്പിരിറ്റാണ്. കംപ്ലീറ്റ്ലി അവരെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റാണ്. നമ്മൾ പറയും ആഫ്രിക്കൻ തിയറിയൊക്കെ ഭയങ്കര ഇതാണ്. എല്ലാത്തിനകത്തും ഉണ്ട് കൾട്ടുകൾ, എല്ലാത്തിനകത്തും ഉണ്ട് വെള്ളം ചേർക്കുന്ന പരിപാടി. അത് എല്ലാ രാജ്യത്തിലും ഉണ്ട് എന്ന് ഞാൻ പറയാം. പക്ഷേ നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്തണം, നമുക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ വെള്ളം ചേർത്തൊരു ആത്മീയ ജീവിതമല്ല, ഞാൻ വെള്ളം ചേർത്തൊരു പ്രസംഗമല്ല, ഞാൻ വെള്ളം ചേർത്തൊരു ഭക്തിയല്ല എന്ന് എന്നെയും എൻ്റെ മനസ്സാക്ഷിയും എനിക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തിയാൽ മതി, പോട്ടെ. അപ്പോൾ ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ, അവരുടെ നല്ല അംശങ്ങൾ എടുക്കാമല്ലോ. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ തളരുന്നില്ല. അതിൽ നമ്മുടെ ഒന്നും ശരീരഘടനയല്ല, നിങ്ങൾക്കറിയാലോ, ആഫ്രിക്കൻസ് ഭയങ്കര തടിയുള്ളവരാ, ഭയങ്കര വയറുള്ളവരാ, ഭയങ്കര വണ്ണമുള്ളവരാ, നമ്മളെപ്പോലെയൊന്നും അല്ല. എന്നിട്ട് പോലും അവർ നൃത്തം ചെയ്യുന്നതാണെങ്കിലും ആരാധിക്കുന്നതാണെങ്കിലും സന്തോഷിക്കുന്ന അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും തുള്ളുന്നതാണെങ്കിലും ഒന്നിലും അവർ തളരുന്നില്ല. നമ്മുടെ 2 സ്റ്റെപ്പ് വെച്ചിട്ട് അയ്യോ പറയും, 4 ഗ്ലാസ് വെള്ളവും കുടിക്കും. പക്ഷെ അവരത് ചെയ്യുന്നില്ല. കാര്യം എന്താ? അവർ ചെയ്യുന്നത് ശരീരത്തിലിരുന്നാണ് ചെയ്യുന്നതെങ്കിലും അവർ കൺട്രോൾ ചെയ്യപ്പെടുന്നത് സ്പിരിറ്റ് റിലമാണ്, ആത്മീയ ശക്തിക്കകത്ത് അവർ നിൽക്കുന്നത്. അവർ അതിനെതിരായിട്ട് നിൽക്കുന്ന, അവരെ തളർത്തുന്ന എല്ലാ സാധനത്തിനെയും പിടിച്ച് കെട്ടിയിട്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് കയറുമ്പോൾ തന്നെ എല്ലാത്തിനെയും പിടിച്ച് കെട്ടും. രാജൻ ബ്രദർ ഒരു വഴിയിൽ നിന്ന് പിടിച്ച് കെട്ടും, അതിന് വേറൊരു വഴിയിൽ നിന്ന് പിടിച്ച് കെട്ടും. പ്രാർത്ഥിക്കുന്ന വേറെ ആൻറ്റിമാർ ഫാസ്റ്റർമാരെ കൊണ്ട് വേറെ വഴിക്ക് പിടിച്ച് കെട്ടും. ഞാൻ ഒരു വഴിക്ക് പിടിച്ച് കെട്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ ദൂതുകളൊന്നും പുറത്തോട്ട് വരത്തില്ല. ഭയങ്കര സ്ട്രഗിളാണ്, ഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ്, യുദ്ധത്തിനകത്താണ് നിൽക്കുന്നത്.
അവർ പിടിച്ചു കെട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് അവർ തളരുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അവരുടെ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാം ബൈബിൾ പഠിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയിലുള്ള ആരാധനയുണ്ട്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. യൂദായുടെ തന്നെ ലേഖനത്തിൽ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. സെഫന്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം ആത്മാവിന്റെ പ്രാർത്ഥന, ഇത് ആത്മലോകത്തിൽ നിന്നുള്ള യുദ്ധമായതുകൊണ്ട് ആത്മാവിന്റെ പ്രാർത്ഥന ശൈലിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും എതിരായിട്ട് നിൽക്കുന്ന ശത്രുവിനെ തളർന്നു പോകാതെ തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ യൂദായുടെ ലേഖനം പഠിച്ചാൽ അതിന് 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ, കേട്ടോ നിങ്ങൾ, ആരാ പ്രധാന ദൂതൻ? ദൈവത്തിന്റെ സന്നിധിയിലെ ഏറ്റവും പ്രധാന ദൂതനാണ് മിഖായേൽ. മിഖായേൽ എല്ലാ സ്ഥലത്തും ഒന്നും ദൈവം അയക്കത്തൊന്നുമില്ല, ഇറങ്ങത്തുമില്ല. പക്ഷെ മിഖായേൽ ഇറങ്ങുന്നത് അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ. മിഖായേൽ കാത്തു സൂക്ഷിച്ച രീതി മനസ്സിലായോ നിങ്ങൾക്ക്? മിഖായേലിന്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? നിങ്ങൾ വായിക്കണം, നിങ്ങൾ കണ്ണ് തുറന്ന്, നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കി, നിങ്ങൾ മനസ്സുകൊണ്ട് വായിക്കണം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ജീവിക്കുന്ന, ദൈവശക്തിയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ എപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് കണ്ട് മനസ്സിലാക്കുന്ന, ആ ഗ്ലോറി എന്തെന്ന് മനസ്സിലാക്കുന്ന, സ്വർഗത്തിലെ എല്ലാ ദൂതന്മാരെക്കാളുമുള്ള പ്രധാന ദൂതനായ മീഖായേൽ ഡയറക്ട്ലി സാത്താനോട് ഡീൽ ചെയ്യുമ്പോ പെട്ടെന്ന് വേറെ എവിടെന്നെങ്കിലും ശക്തി ഇനി മേടിക്കാനുണ്ടോ? ഇല്ല. മിഖായേലിന് വാളുപോലും എടുക്കണ്ട, മിഖായേൽ നോക്കിയാൽ മതി, സാത്താൻ തീരാനേ ഉള്ളൂ. പക്ഷെ ചെയ്തോ? ഇല്ല. ശ്രദ്ധിക്കുക, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ വാക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാ. പറഞ്ഞതേ ഉള്ളൂ. എന്തേ മിഖായേലേ, ഞാൻ നിന്നെ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം നിന്നെ അടിക്കുവോ? ഇല്ല. മിഖായേലും സാത്താനുമായിട്ടാ കാര്യം. മിഖായേലിന് പറയാം, കർത്താവ് മനസ്സിലാക്കും മിഖായേലിന്റെ അവസ്ഥ. പക്ഷേ അവിടെ പോലും ദൈവശക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി, ദൈവശക്തിക്ക് അവിടെ ഇടം കൊടുത്തിട്ട് ദൈവശക്തിയെ മുന്നിൽ കൊണ്ടുവന്ന് മിഖായേൽ എന്ന പ്രധാന ദൂതൻ എന്ന ബൈബിൾ പറയുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുകയും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുകയും പ്രധാനപ്പെട്ട ഒരു സുപ്പീരിയർ പവറിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു മിഖായേൽ, ഒരു സെക്കൻഡ് ഒപ്പീനിയന്റെ ആവശ്യമില്ലാത്തൊരു മിഖായേൽ, രണ്ടാമതൊരു കൺസെന്റ് ഇനി എടുക്കേണ്ടാത്ത മിഖായേൽ പോലും ദൈവശക്തിയെ മുമ്പിൽ നിർത്തി തൻ്റെ എല്ലാ പ്രാധാന്യത്തെയും പദവിയെയും പുറകിൽ നിർത്തിയിട്ട് യഹോവ നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ദൈവശക്തിയുടെ വലിപ്പം എന്ത്? മനസ്സിലായോ? ദൈവശക്തിയുടെ, അതാ പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. വാക്യത്തിന്റെ മീനിങ് മനസ്സിലാവുന്നു? സ്വർഗത്തിലുള്ള ദൈവശക്തിയെ ഓണർ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് മാതൃകയാണ് മിഖായേൽ ദൂതൻ. അത് ദൂതനായോണ്ട് അങ്ങനെ കാണിച്ചതല്ല, അതങ്ങനെയാണ് സിസ്റ്റം. നമ്മൾ പലപ്പോഴും ഫിസിക്കലി ആണ് സാത്താനോട് പോരാടുന്നത്. നമ്മുടെ ബലം കൊണ്ട് സാത്താനെ തകർക്കാൻ നോക്കുക, ഇല്ലെന്ന് പറയരുത്. ഞാൻ ഉൾപ്പെടെ ചില സമയങ്ങളിൽ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. എന്റെ ബലം യേശുവിന്റെ നിന്നെ ബന്ധിക്കും. ഞാനെന്തിനാ പല്ല് കടിച്ചു പൊട്ടിക്കുന്നേ? ഞാനെന്തിനാ എന്റെ കൈ കൊണ്ട് വല്ല ടേബിളിൽ ഇടിക്കുന്നേ? ഞാനെന്തിനാ കാലുകൊണ്ട് തറഞ്ഞ വെട്ടി പൊളിക്കുന്നേ? ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ തളരുന്നത്. കാരണം ഫിസിക്കലി നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ
നാച്ചുറലാണ്. ശരീരം ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ബലം കൊണ്ട് ജീവിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അത് തളരും. കാരണം ദഹിച്ചു പോയി വയറിൽ കിടന്നത്. ഞാൻ ഇതിനകത്ത് വെച്ച് 5 വട്ടം വെള്ളം കുടിക്കുന്ന സമയമായി. പക്ഷെ ഞാൻ ഈ സമയം ഒരു സിപ്പ് പോലും വെള്ളം കുടിക്കാത്ത കാരണം ദൈവശക്തി നിൽക്കുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. എനിക്ക് ദാഹിക്കുന്നില്ല. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, ഞാൻ ഇപ്പം വെള്ളം കുടിക്കും. കാര്യം വെള്ളം എന്നെ കൊണ്ടുപോകും വെള്ളം കുടിക്കാൻ. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഈ ജഡികമായി നിന്നാൽ ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ഇത് ആത്മാവ് ലീഡ് ചെയ്യുന്നൊരു മീറ്റിംഗ്. അവിടെ തളർച്ചയില്ല, വാട്ടയില്ല. നമ്മൾ രാത്രിയുടെ യാമങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നമുക്ക് പലർക്കും രാത്രിയുടെ യാമങ്ങൾ എഴുന്നേക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നമ്മളെ ശരീരത്തെ നമ്മൾ എടുത്ത് എഴുന്നേൽപ്പിക്കുക, പൊക്കുക, അല്ലേ? ആത്മാവ് എഴുന്നേൽപ്പിച്ച് നോക്കട്ടെ. ഓ, ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിച്ച് നോക്കട്ടെ. താനേ എഴുന്നേറ്റ് പോകും. ആനേ എഴുന്നേറ്റ് പോകും. വാഷ്റൂമിൽ ചെല്ലും, മുഖം കഴുകും, പല്ലും തേക്കും, നേരെ പ്രയർ റൂമിൽ വരും. ഇവിടെ ഇരുന്നിട്ടായിരിക്കും നമ്മൾ കണ്ണു തുറക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെ. ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ ശരീരത്തെ ബെഡിൽ നിന്ന് നമ്മളെ പൊക്കുന്നത്, പൊങ്ങടാ പൊങ്ങടാ പൊങ്ങടാ, പിന്നെ ആട്ടടാ, എന്നാ പിന്നെ നാളെ ആട്ടടാ, അല്ലേ? ഞാൻ ബെഡിൽ നിന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് പൊക്കും. ആമേൻ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഇന്ന് മുതൽ ബെഡിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പൊക്കും. എഴുന്നേക്കടാ മോനെ, ഐ എം റെഡി പപ്പ. ചാടി എഴുന്നേക്കാകത്ത മനുഷ്യൻ പോകും, വാഷ്റൂമിൽ പോകും, മുഖം കഴുകും, പല്ല് തേക്കും, നേരെ പ്രയർ റൂമിലേക്ക് വരും, വന്നിരുന്നിരിക്കും, ആരാധിക്കും. തയ്യാറാണോ? ആത്മീയ യുദ്ധം ശാരീരികമല്ല, ആത്മീയമാണ്. ഈ മിഖായേൽ നിങ്ങൾ നോക്കിയേ. ഇപ്പം മിഖായേൽ നമുക്ക് ദൈവശക്തിയെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്നുള്ളത് പ്രധാന ദൂതനിൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതേ മിഖായേലിനാണ് ഭാവി കാലത്ത് പിശാചിനെ തോൽപ്പിക്കാൻ വെളിപ്പാട് പുസ്തകത്തിൽ വെച്ചേക്കുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം ഒന്നെടുത്തേ എല്ലാ ദൈവമക്കളും. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ, നമ്മുടെ സമയം കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ നോക്കിക്കേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും. നിങ്ങൾ എടുത്തായിരുന്നു വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം 7-8 വാക്യം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. കേട്ടോ? സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറഞ്ഞത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലിന്റെ ശക്തിയിൽ അവിടെ യുദ്ധം ചെയ്തു എന്നല്ല, ദൈവശക്തിയിൽ അവിടെ യുദ്ധം ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയിലാണ്, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ശേഷമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടിന് ശേഷമാണ്, ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് മിഖായേൽ യുദ്ധം ചെയ്യുന്നത്. ഞാനൊരു ദൂത് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മൾ ഡീമൺസിനോട് കൽപ്പിക്കുന്നത് അകത്തുനിന്ന് പ്രേരണ വന്നതിന് ശേഷം വേണം. നമ്മൾ ദുരാത്മാക്കളോട് കൽപ്പിക്കുന്നത് അകത്തൊരു നിയോഗം ഉണ്ടെങ്കിൽ വേണം. പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ കാരണം എന്താണെന്നൊന്ന് പറയാമോ? പറയത്തില്ല. പറയും. അതങ്ങനെ ദൈവം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്കൊരു സുഖം കിട്ടാൻ, നിങ്ങൾക്കൊരു സമാധാനം കിട്ടാൻ എനിക്ക് താൽക്കാലത്തേക്ക് പ്രവാചകനാകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞാൻ പ്രവചിക്കാറുണ്ട്, പല ശുശ്രൂഷകളും ചെയ്യാറുണ്ട്. പക്ഷേ അകത്തുനിന്നൊരു നിയോഗം വന്നതിന് ശേഷം നമ്മളെ ചിലപ്പോൾ അടുത്തൊരു മീറ്റിങ്ങിന് വിളിച്ചില്ലാന്നിരിക്കും, നമ്മളെ ചിലപ്പോൾ അടുത്ത ദിവസം അവർ പ്രാർത്ഥിക്കാൻ വിളിച്ചില്ലാന്നിരിക്കും, ചിലപ്പോൾ നമ്മുടെ മീറ്റിങ്ങിന് അവർ കയറിയില്ലാന്നിരിക്കും, നമ്മളെ അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളഞ്ഞെന്നിരിക്കും. പോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഒരു ലാഭം നമുക്ക് വേണ്ട. അകത്തെന്തു പറയുന്നു, അകത്തെന്ത് സംസാരിക്കുന്നു, അതനുസരിച്ചേ മൂവിയാവും. അത് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാം അങ്ങനെ. നമ്മുടെ ഉള്ളത്തിൽ എന്ത് സംസാരിക്കുന്നു,
ദൈവാത്മാവ് എന്ത് പറയും? നമ്മുടെ ആത്മാവ് എന്ത് പറയുന്നു? മനസ്സസ്വസ്ഥപ്പെട്ടിട്ട് വിളിക്കുന്നവർ സന്തോഷിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയും എന്തെങ്കിലും, അങ്ങനെ ഞാൻ പറയത്തില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ പറയാം. ഇപ്പം ഇതിൻ്റെ കാരണം എന്താണ്? അപ്പം അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. സാരമില്ല, നമ്മളെ അവരിനി വിളിക്കത്തില്ല, അത്രയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ നമ്മുടെ മീറ്റിങ്ങിന് കയറത്തില്ല, അത്രയല്ലേ ഉള്ളൂ. അതെനിക്കൊരു നഷ്ടമേ അല്ല. എന്നാൽ ഞാൻ ദൈവ ശബ്ദത്തിന് ചുവട് വെച്ചാൽ, ദൈവ ഇഷ്ടത്തിന് ചുവട് വെച്ചാൽ, ആ ഒരു വ്യക്തി പോയതിന് പകരം 1000 പേരെ ദൈവം കൊണ്ട് കണക്ട് ചെയ്യും. കാരണം ദൈവത്തിന് വിശ്വസ്തന്മാരെയാണ് വേണ്ടത്. മനസ്സിലായോ? വിശ്വസ്തന്മാരെയാണ് വേണ്ടത്. എല്ലാവർക്കും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടൊരു അരുളപ്പാടൊക്കെ പറഞ്ഞാൽ ഒരു സന്തോഷമാണ്. പക്ഷേ അത് പ്രവചനം ദൈവത്തിൽ നിന്നായിരിക്കണം. അതാണ് എൻ്റെ നിർബന്ധം. അതാകണം നമ്മുടെ നിർബന്ധം. നമ്മുടെയൊക്കെ മനോഭാവം ഇത് വേറൊരു ടൈപ്പ് ആത്മീയ യുദ്ധമാണ്. പ്രാർത്ഥിച്ചിട്ടൊരു ദൂത് കേട്ടാലേ പറ്റത്തുള്ളൂ, പ്രാർത്ഥിച്ചിട്ടൊരു ദൈവശബ്ദം കേട്ടാലേ പറ്റും. കാര്യം എന്തിനാ? നമുക്കൊരു സമാധാനത്തിനാ, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണെന്നൊക്കെ ഒന്ന് അറിയാനാ. പക്ഷേ അത് ദൈവികമല്ലാത്തത് നമുക്ക് വേണ്ട. അങ്ങനെ കാണാൻ പറ്റുമോ? നമുക്ക് ആൾ കുറച്ചേ കാണുള്ളൂ, കുറച്ച് ആൾക്കാരെ കാണുള്ളൂ, മതി. അത് ദൈവികമായിരിക്കും, അത് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, ആ ലൈഫ് സക്സസ് ആയിരിക്കും, ആ മിനിസ്ട്രി ബ്ലെസ്സഡ് ആയിരിക്കും, അവിടുത്തെ സാന്നിധ്യം വേറെ ആയിരിക്കും. ഇച്ചിരി വിലയുള്ള പെർഫ്യൂം, കുറച്ച് വിലയുള്ള പെർഫ്യൂം നമ്മൾ ഷൂ 2 അടിച്ചാൽ മതി. കൂടുതൽ അടിച്ചാൽ ആൾക്കാർക്ക് നിൽക്കാനൊക്കത്തില്ല. എന്നാൽ അത്ര വിലയൊന്നും ഇല്ലാത്ത ഒരു സാധനം നമ്മൾ മേടിച്ചിട്ട് തല മുതൽ പാദം വരെ അടിച്ചാലേ മണക്കത്തുള്ളൂ. ശരിയല്ലേ? നമ്മളിങ്ങനെ ശരീരം കൊണ്ടുപോകണം, ഷൂ അടിച്ച് നമ്മൾ പോകണം. എന്തിനാ? മണക്കണമെങ്കിൽ. അതിനാടാ ഞാൻ മറ്റേൻ്റെ അത്ര വില കൊടുക്കാതെ മേടിച്ച സാധനം. നല്ലത് കുറച്ചു മതിയെന്ന്. നമ്മൾ ചുമ്മാ ബുമ്മടിച്ച ആളെ നിർത്തണ്ടല്ലോ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് സഭ കേൾക്കട്ടെ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷേ കേൾവിശക്തിയും സഹിഷ്ണുതയാണ് കുറവ്. കാരണം കേട്ടിരിക്കാനുള്ളൊരു ക്ഷമയില്ല. കാരണം വരുന്നതിന് മുന്നേ പെയിൻ കില്ലർ പോലെ കാര്യം. അവിടെ പെയിൻ കില്ലറാണ്. അവിടെ പെയിനിൽ നിന്ന് പുറത്തു പോകാനുള്ള റൂട്ടല്ല അവിടെ ഡീൽ ചെയ്യുന്നത്. അവിടെ പെയിൻ കില്ലറാണ്. ആ ഒരു വേദന താൽക്കാലികമായി മരിപ്പിക്കുന്നു. ആ മെഡിസിൻ്റെ ഇത് കഴിയുമ്പോൾ പിന്നെ അവിടെ പെയിൻ വരുവാന്ന് അറിയുന്നില്ല. എല്ലാവർക്കും വന്നിരിക്കുന്നതിന് മുന്നേ കാര്യം നടക്കണം. വന്നിരിക്കുന്നതിന് മുന്നേ പേര് ദൈവത്തിന് മഹത്വം. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എത്ര പേര് സ്തോത്രം ചെയ്യും? എത്ര പേർക്ക് എന്നോട് പിണക്കമുണ്ട്? കൈ ഉയർത്തി. പിണക്കമുള്ള എല്ലാ ദൈവമക്കളും കൈ ഉയർത്തി. അയ്യോ എൻ്റെ പൊന്നു ദൈവം, നിനക്ക് സ്തോത്രം. ആർക്കും എന്നോട് പിണക്കമില്ലാത്തതിനായി സ്തോത്രം. കൈ ഉയർത്തിയവരെ ഞാൻ കണ്ടുമില്ല. സഭ എൻ്റെ ദൈവത്തിന് സംസാരിക്കാനുള്ള ഇടമാണ്. എനിക്ക് നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. അന്ത്യത്തോളം അതങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര നിർബന്ധവും പ്രാർത്ഥനയും എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ മിനിസ്ട്രി കോടിക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമാകും. ഒരു ആമേൻ ചേർന്ന് പറയുന്നേ. കോടിക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമാകും. പക്ഷേ ഞാൻ നിർബന്ധം പിടിക്കത്തില്ല. 5 വർഷം കഴിഞ്ഞ് കർത്താവേ 5 കോടി ജനങ്ങളിൽ എത്താനുള്ള സമയമായി, ഇപ്പോഴും ഇവിടെ ആയിരങ്ങളിൽ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ നിർബന്ധം പിടിക്കത്തില്ല. പിടിച്ചാൽ എന്തുവാ? ഞാൻ നേരത്തെ പറഞ്ഞ ആളായി. വന്നിരിക്കുന്നതിന് മുന്നേ പെയിൻ കില്ലർ വേണം. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എന്നാൽ ഇനി ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞ് 10 കോടി ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോ? ആ ഒരു കാഴ്ചപ്പാട് മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? ആ 5 കൊല്ലം എന്നുള്ളത് ദൈവത്തിന് 10 കൊല്ലത്തിനകത്ത് 5 കൊല്ലമാകുമ്പോൾ എനിക്കാകാത്ത 5 കോടിയും കൂടെ 10 കൊല്ലമാകുമ്പോൾ കർത്താവ് ചേർത്ത് 10 കോടിയായിട്ട് 10 കൊല്ലം കഴിയുമ്പോൾ തന്നാൽ എനിക്കിവിടെ നഷ്ടമൊന്നുമില്ല. കാരണം ആ 10 കൊല്ലവും ആത്മാവ് സംസാരിക്കാനാണ് ഞാൻ അനുവദിച്ചത്, ആത്മാവ് ഇടപെടാനാണ് ഞാൻ അനുവദിച്ചത്, ആത്മാവ് ശുശ്രൂഷ ചെയ്യാനാണ് ഞാൻ അനുവദിച്ചതും ആവശ്യപ്പെട്ടതും. അതാണ് എൻ്റെ സ്വപ്നം, അതാണ് എൻ്റെ വിളി, അതിനാണ് ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെ വേണം.
നമുക്ക് സഡൻലി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരില്ലെന്ന് ഞാൻ പറയത്തൊന്നുമില്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിപ്പിൻ. ഒരാത്മീയ യുദ്ധത്തിനകത്താണ് ഞാൻ നിങ്ങളൊക്കെ ആയിരിക്കുന്നത്. സാത്താൻ നമ്മളെ ഹറിബറി കൂട്ടി അനർത്ഥത്തിൽ കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് സഹിഷ്ണുതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുക. ദൈവം നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. നീ കാത്തിരുന്നതിൻ്റെ മറുപടി കർത്താവ് തരാൻ പോകുകയാണ്. നീ ഒരു സൗഖ്യത്തിന് കാത്തിരുന്നെങ്കിൽ, ഒരു വിടുതലിന് കാത്തിരുന്നെങ്കിൽ, ഒരു മാറ്റത്തിന് കാത്തിരുന്നെങ്കിൽ, ഒരു അഭിഷേകത്തിന് കാത്തിരുന്നെങ്കിൽ, നിന്റെ ആവശ്യമനുസരിച്ച് നിന്നിലേക്ക് അത് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തൻ. ഇന്നത് സംഭവിക്കുമെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്ന എല്ലാവരും കണ്ണുകൾ അടച്ച് ആ കൈകളൊന്ന് ഉയർത്തി, എൻ്റെ ദൈവമേ എന്നിലേക്കൊന്ന് വരണമേ, ശക്തിയോടെ വരണമേ എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, പറയുന്നുവെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അളവില്ലാതെ നിന്റെ മേൽ ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണ്, ഒരു പകലാണ്. വിശ്വസിക്കുന്നെങ്കിൽ ആത്മാവിൽ നിന്നെ ആത്മീയ യുദ്ധത്തിനകത്ത് പരാജയപ്പെടുത്താൻ പല തന്ത്രങ്ങൾ മെനഞ്ഞ് പല നിലകളിൽ നിലകൊള്ളുന്ന സകല ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ അഴിഞ്ഞു പോകും. അതിന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, സമർപ്പിച്ചു പ്രാർത്ഥിച്ചോ. അതെ, നാളെയല്ല, ഇന്ന്, ഇപ്പോ, ഈ സെക്കൻഡിൽ ഇരുട്ടിന്റെ ശക്തികളെ വിലങ്ങുവെക്കാൻ എന്റെ അരുമനാഥൻ ഇറങ്ങിയിട്ടുണ്ട്. നാളെയല്ല, ഇന്ന്. നിന്റെ വർഷങ്ങൾ കൊണ്ട് ആമേൻ ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ചില രോഗങ്ങൾ, അഴുകി തുടങ്ങിയ ചില രോഗങ്ങൾ, വിശ്വസിക്കുക. യേശുവിന്റെ ആത്മാവി സെക്കൻഡ് ഹീൽ ചെയ്യും. നീ കണ്ണുകൊണ്ട് നോക്കുമ്പോ തന്നെ ആ മുറിവിന് പൊറുതി വന്നിരിക്കും. വിശ്വസിക്കുക. അതേ, ഒരു ആത്മീയ യുദ്ധത്തിനകത്ത് നിന്നെ കുടുക്കിയിട്ടിട്ട് നിന്നെ ഒരു ആത്മീയ പരാജയക്കാരിയുമാക്കാൻ പിശാചിട്ട വിധികൾ ഈ സെക്കൻഡിൽ ദൈവത്തിന്റെ ആത്മാവ് റിമൂവ് ചെയ്യുന്നു. ഇതിനകത്ത് ആത്മീയ യുദ്ധത്തിനകത്ത് പരാജയപ്പെട്ടു പോയവരുണ്ട്. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞോട്ടെ. ആത്മീയ യുദ്ധത്തിൽ സാത്താനാൽ പരാജയപ്പെട്ടു പോയ വ്യക്തിയാണ് സ്കേവയുടെ മക്കൾ. കാരണം പൗലോസ് യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നത് കണ്ട് തന്റെ പുത്രന്മാരും യേശുവിന്റെ നാമം ഉപയോഗിച്ചു. പക്ഷേ ആ ദുരാത്മാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് പൗലോസിനെ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം. നീ പറയുന്ന യേശുവിനെ എനിക്കറിയാം, എനിക്ക് നീ പറയുന്ന പൗലോസിനെ അറിയാം. പക്ഷെ എക്സ്ക്യൂസ് മീ, എനിക്ക് നിങ്ങൾ ആരാണെന്നും മനസ്സിലായില്ല. നിങ്ങൾ ഏത് അധികാരത്തോടെയാണ് എന്നോട് ഡിമാൻഡ് ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. ആരോടാടാ നീ കളിക്കുന്നതെന്ന് ചോദിച്ച് ചാടി അവരുടെ മേൽ വീണ് കീഴ്പ്പെടുത്തി പിച്ചി മാന്തിക്കളഞ്ഞു. ആത്മീയ യുദ്ധത്തിൽ ജയിച്ച അഭിഷിക്തന്മാരും അപ്പോസ്തലന്മാരും നമുക്ക് മാതൃകയായി നിൽക്കുമ്പോ ആത്മീയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയ ചില സ്കേവമാരും തലമുറകളും കൂടെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് സഹോദര. യേശുവിന്റെ നാമത്തിൽ come on, ഇന്ന് ആർക്ക് ആത്മീയ യുദ്ധത്തിനകത്തൊന്ന് ജയിക്കണമെന്ന് ആഗ്രഹമുള്ളേ? ആർക്ക് ആത്മീയ യുദ്ധത്തിനകത്തൊന്ന് കയറണമെന്ന് ആഗ്രഹമുള്ളേ? ആർക്ക് അതിന്മേലൊന്ന് ഡീൽ ചെയ്യാൻ ഒരു അഭിഷേകം വേണമെന്ന് ആഗ്രഹമുള്ളേ? അവർ വെറുതെ ഇരിക്കത്തില്ല, അവർ ദൈവത്തോട് ചോദിക്കും. ഒരു വിസ്ഡമാണ് നിന്റെ കുറവെങ്കിൽ ഇപ്പോൾ ചോദിക്കുക, ദൈവാത്മാവ് നിന്റെ മേൽ പകരാൻ പോകുകയാണ്. ഒരു അഭിഷേകമാണ് ഇവിടുത്തെ വിഷയമെങ്കിൽ നീ ദൈവത്തോട് ചോദിക്കുക, അത് പകരാൻ പോകുകയാണ്. നീ ഭൗമമണ്ഡലത്തിൽ ഇരുന്ന് സ്തോത്രം ചെയ്ത് 1 മീറ്റർ മുകളിലേക്ക് എത്തുന്നതിന് മുന്നേ നിന്റെ പ്രാർത്ഥനയെ തടയുന്ന സകല മണ്ഡലങ്ങളും ഈ സെക്കൻഡിൽ ദൈവാത്മാവ് ഡീൽ ചെയ്യുകയാണ്. കമോൺ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ആ ദൈവശക്തിക്കകത്ത് കയറി അതിനെ ഒന്ന് ഉടച്ചു കളഞ്ഞേ. നീ ഇന്നലെ പരാജയപ്പെട്ടത് കൊണ്ട് ഇന്നും പരാജയപ്പെടുത്തുമെന്ന്, നീ കഴിഞ്ഞയാഴ്ച പരാജയപ്പെടുത്തിയത് കൊണ്ട് നിന്നെ ഈ ആഴ്ചയും പരാജയപ്പെടുത്തുമെന്ന്, നിന്നെ കഴിഞ്ഞ ആഴ്ച മുറിവേറ്റവളായി ഇട്ടത് കൊണ്ട് ഇന്നും നിന്നെ മുറിവേൽപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ സൈറ്റാനിക് സൈക്ലിങ്സ് ഈ സെക്കൻഡിൽ ദൈവാത്മാവ് പൊട്ടിക്കുന്നു.
യെസ് ഇൻ ജീസസ് നെയിം. കം ഓൺ, പ്രാർത്ഥിച്ചു തുടങ്ങുക. ആരുടെയൊക്കെ മേൽ അസാധാരണ ഡെലിവറൻസുകൾ വെളിപ്പെട്ടു തുടങ്ങുന്നു. ആരെയൊക്കെ വിശ്വസിക്കുന്ന ആരുടെയൊക്കെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. പല കയറുകളും പൊട്ടുന്നു, പല കയറുകളും പൊട്ടുന്നു, പല കയറുകളും പൊട്ടുന്നു. എല്ലാ എതിർവാക്കുകൾ പൊട്ടട്ടെ, എല്ലാ എതിർവാക്കുകൾ പൊട്ടട്ടെ, എല്ലാ ആഭിചാരങ്ങൾ തകരട്ടെ, എല്ലാ മന്ത്രവാദങ്ങൾ തകരട്ടെ. എല്ലാ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, പാപത്തിന്റെ ആസക്തികൾ, എല്ലാ ദുർസംശയം, എല്ലാ അഴിമതി, എല്ലാ ഭോഷ്കിന്റെ ആത്മാവ് ഇപ്പോൾ വിട്ടുമാറട്ടെ. ശംധേരി വൈഡർ ഖമാനിയ, നിന്നെ സക്സസിലേക്ക് പോകാൻ അനുവദിക്കത്തില്ലെന്ന്, നിന്നെ പരാജയപ്പെടുത്തുമെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റിമണിക്ക് നിന്നെ എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന എല്ലാ പാരമ്പര്യത്തിന്റെ ശക്തികൾ ഈ സെക്കൻഡിൽ പല കുടുംബങ്ങളിൽ നിന്ന് പൊട്ടുന്നു, പല ശരീരങ്ങളിൽ നിന്ന് വിടുന്നു. എല്ലാ ഇരുട്ടിന്റെ വ്യാധികൾ, ഇരുട്ടിന്റെ ബാധകൾ, ഇരുട്ടിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ കാണുന്നുണ്ട്. അസാധാരണമായി പല വ്യക്തികളുടെ മേലും ആത്മാവ് ഇറങ്ങുന്നു, ദുരാത്മാക്കൾ വിട്ടുമാറുന്നു, ഇരുട്ടിന്റെ ശക്തികൾ. യെസ്, ഈ സമയം പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. വിശ്വസിക്കുന്ന മക്കളെ സന്ദർശിക്കാൻ ദൈവാത്മാവ് ഇറങ്ങുന്നു. ഇത് സ്കേവ ചെയ്ത ശുശ്രൂഷയല്ല, ഇത് ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ചെയ്തു വെച്ച ശുശ്രൂഷകൾ, ഇത് യേശു ഏൽപ്പിച്ച ശുശ്രൂഷകൾ. നിന്റെ മേലൊരു വിളി ഇല്ലാത്തോണ്ടല്ല, തെരഞ്ഞെടുപ്പ് ഇല്ലാത്തോണ്ടല്ല, ദൈവഹിതം ഇല്ലാത്തോണ്ടല്ല, പക്ഷെ എവിടെയൊക്കെയോ നിന്നെ ബ്ലോക്ക് ചെയ്യുന്ന, നിന്നെ ബൗണ്ടറി വെക്കുന്ന അവസ്ഥകൾ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ നിന്റെ വായ് തുറക്ക്. ദൈവമേ, എന്റെ അതിരുകളെ വിശാലമാക്കണമേ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വായ് തുറക്ക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എബ്ബേസിന്റെ ഒറ്റ പ്രാർത്ഥനയിൽ അതിരുകളെ ദൈവാത്മാവ് വിശാലമാക്കി കളഞ്ഞു. കിലോമീറ്റർ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എത്ര ദൂരമെന്ന് എത്ര ദൈർഘ്യമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ ഒരു ചെറിയ കാര്യമായിരിക്കാം പ്രാർത്ഥിക്കാൻ വാ തുറക്കുന്നേ, പക്ഷെ നടക്കുന്നത് വലിയ കാര്യങ്ങളായിരിക്കാം. In the name of Jesus. അസാധാരണമായ ഒരു ആത്മീയ വിടുതൽ ഇതിനകത്ത് നടക്കുകയാണ്. ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ഇതിനകത്ത് സംഭവിക്കുന്നു. പ്രാർത്ഥന മുടങ്ങിപ്പോയവരുണ്ട്, അഭിഷേകം ബ്ലോക്കായി പോയവരുണ്ട്, കൃപ ബ്ലോക്കായി പോയവരുണ്ട്. യെസ്, ഈ സെക്കൻഡിൽ അതൊക്കെ റീ ഓപ്പൺ ആകുവാൻ നിന്റെ ഒരു പ്രാർത്ഥനയും സമർപ്പണവും മതി. രോഗികൾ ഇതിനകത്തുണ്ടോ? പകർച്ചവ്യാധി പിടിച്ചിരിക്കുന്നവരുണ്ടോ? ചികിത്സിച്ചിട്ട് ഭേദമില്ലാത്ത രോഗമുള്ളവരുണ്ടോ? ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. നിറഞ്ഞ സാന്നിധ്യത്തിനകത്ത് മിറാക്കിൾസ് നടക്കും. ഞാനത് റിലീസ് ചെയ്യുന്നു, ഞാനത് ഡിക്ലെയർ ചെയ്യുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകട്ടെ. എനിക്ക് ഉറപ്പുണ്ട് ടെസ്റ്റിമണി വരും. ടെസ്റ്റിമോണിയൽസിനെ വെയിറ്റ് ചെയ്യുന്നു. സെൻഡ് ചെയ്യുക. നിങ്ങളുടെ ടെസ്റ്റിമണീസ് ഈ നമ്പറിൽ സെൻഡ് ചെയ്യുക. ആമേൻ, സെൻഡ് ചെയ്യുക. ഈ സൗഖ്യം നടന്നു, ഈ അനുഭവം ഉണ്ടായി, സെൻഡ് ചെയ്യുക. എനിക്കറിയാം നടക്കും. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ മുറിവുകൾ പുറത്തു തുടങ്ങട്ടെ. എല്ലാ ബാക്ക് പെയിൻ റിമൂവ് ആകട്ടെ. എല്ലാ ട്യൂമേഴ്സ് ഡിസപ്പിയർ ആകട്ടെ. എല്ലാ ഹെഡേക്സ് വിട്ടുപോകട്ടെ. എല്ലാ അമിതമായിട്ടുള്ള ഉറക്കങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ ചെസ്റ്റ് പെയിൻ വിട്ടുപോകട്ടെ. എല്ലാ മെറ്റാബോളിസത്തിനെതിരായിട്ട് നിൽക്കുന്ന ഇരുടിന്റെ വ്യാധികളും ശക്തികളും ഇപ്പോൾ ആത്മാവിൽ ബന്ധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തകർന്നുകൊണ്ടിരിക്കുക കുഞ്ഞെ. നിനക്ക് വിരോധമായി ശത്രു കെട്ടിപ്പടുത്ത വാക്കുകൾ, കൊട്ടാരങ്ങൾ, കോട്ടകൾ ദൈവസന്നിധിയിലെ ശക്തിയാൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചറിയുന്നു. ആ ദൈവശക്തി തിരിച്ചറിയുന്നു. ആ ദൈവിക ഇടപെടൽ തിരിച്ചറിയുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ തിരിച്ചറിയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറ അനുഭവിക്കുന്നതും നിന്റെയും കൂടെ ദുരിതമാ. നിന്റെ മക്കൾ അനുഭവിക്കുന്നത് നിങ്ങളുടെയും കൂടെ ഒരു ദുരിതമാ. നിങ്ങളുടെ വീട്ടിലുള്ളവർ കരയുന്നത് നിങ്ങളുടെയും കൂടെ ഒരു വേദനയാ. പിശാച് നിന്റെ മുമ്പിൽ ഒരു ആത്മീയ യുദ്ധമായി അത് പ്രഖ്യാപിച്ചിരിക്കുന്നെങ്കിൽ അസാധാരണമായ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു, ഇമ്പാർട്ടേഷൻസ് ഉണ്ടാകുന്നു, ഒരു വിസ്ഡം ഓപ്പൺ ആകുന്നു. യേശുവിൻ നാമത്തിൽ അത് റിലീസാകട്ടെ. സാത്താൻ നിന്നെ
കബളിപ്പിക്കല്ല, കബളിപ്പിക്കല്ല, കബളിപ്പിക്കല്ല. Hallelujah, 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 amen, hallelujah, 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 amen, hallelujah, 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 amen, hallelujah, 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 amen. പിതാവേ, ഞാൻ ഈ ജനത്തിനായി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തിനും ശക്തിക്കും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അസാധാരണവും ആഴവുമായ ദൈവിക ഇടപെടൽ, അതിശക്തമായ ദൈവാത്മസ്പർശനം ഈ കൂട്ടായ്മയിൽ വെളിപ്പെട്ട് അത് ഞങ്ങൾക്ക് അനുഭവിക്കാൻ അവിടുന്ന് തന്ന അനുവാദത്തിന് നന്ദി. യഹോവേ, മഹത്വത്തെ ഞങ്ങൾ വണങ്ങുന്നു. ഇതിനകത്ത് ദുരാത്മാക്കളെ ദൈവം പുറത്താക്കിയതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയതിനായി സ്തോത്രം. പാപികളെ ഉണർന്ന് ചിന്തിച്ച് പാപത്തിൻ്റെ ശക്തികളെ ഒഴിഞ്ഞു മാറുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. ഈ കൂട്ടായ്മ ദൈവ കൈകളിൽ ഏൽപ്പിക്കുന്നു. വർദ്ധിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. അതിശക്തമായി ദൈവം ഇനിയും ഇടപെടുകയും ഉപയോഗിക്കുകയും ചെയ്യണമേ. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ചേർന്ന് പറയാം, ആമേൻ, ആമേൻ, ആമേൻ. മീറ്റിംഗ്സ് നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഉടനെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കോ പ്രിയപ്പെട്ട ഗ്രൂപ്പിലോ നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് ഈ സന്ദേശം അവരോട് കാണാൻ പറയുക. ഇതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന അഭിഷേകം ഒരു ലൈവ് മീറ്റിംഗ് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതല്ല. വർഷങ്ങൾക്ക് മുന്നേ ശുശ്രൂഷിച്ചിട്ട വീഡിയോസിലൂടെ പോലും രോഗസൗഖ്യങ്ങളും വിടുതലും ഭൂതശാന്തിയും നടക്കുന്ന ടെസ്റ്റിമണി ഈ പ്ലാറ്റ്ഫോമിന് പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സെൻഡ് ചെയ്യുക. അനേകർ കാണട്ടെ, അവർ ദൈവത്താൽ വിടുവിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പൂർണ്ണമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റിമോണിയൽസൊക്കെ നിങ്ങൾ ഈ നമ്പറിൽ നിങ്ങൾ സെൻഡ് ചെയ്താട്ടെ. സമയം പോലെ ഞങ്ങളത് കാണുകയും നിങ്ങൾക്കതിനുള്ള റെസ്പോൺസ് ചെയ്യുകയും ചെയ്യാം, റിപ്ലൈ തരികയും ചെയ്യാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് മോർണിംഗ് മെസ്സേജ് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണിക്ക് ഈവനിങ് സർവീസ് ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. മീറ്റിംഗ്സിൻ്റെ ലിങ്കും വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിച്ചാൽ നിങ്ങൾ ലിങ്ക് അയച്ചു കിട്ടും. നിങ്ങൾക്ക് ഈ മീറ്റിങ്ങിൽ കയറാനും സാധിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.